السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. سورة النساء 20. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن أردتم استبدال زوج مكان زوج وآتيتم إحداهن قنطارا فلا تأخذوا منه شيئا أتأخذونه بهتانا وإثما مبينا وكيف تأخذونه وقد أفضى بعضكم إلى بعض وأخذن منكم ميثاقا غليظا ولا تنكحوا ما نكح آباؤكم من النساء إلا ما قد سلف إنه كان فاحشة ومقتا وساء سبيلا. حرمت عليكم أمهاتكم وبناتكم وأخواتكم وعماتكم وخالاتكم وبنات الأخت وأمهاتكم اللاتي أرضعنكم وأخواتكم من الرضاعة وأمهات نسائكم وربائبكم اللاتي في حجوركم من نسائكم اللاتي دخلتم بهن فإن لم تكونوا دخلتم بهن فلا جناح عليكم وحلائل أبنائكم الذين من أصلابكم وأن تجمعوا بين الأختين إلا ما قد سلف إن الله كان غفورا رحيما. صدق الله العلي العظيم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് അല്ലാഹു നമ്മെ എല്ലാ നിലക്കും അനുഗ്രഹിക്കട്ടെ. ഈ ഒരു കൊല്ലത്തിൻ്റെ തുടക്കം ഖുർആനുമായി ബന്ധപ്പെടുന്നതിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നല്ലൊരു തുടക്കമായി നമ്മിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കട്ടെ. മുഹറം അതിൻ്റെ പവിത്രത ഉൾക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ആമീൻ. നമ്മളിന്ന് 20 മുതലാണ് നമുക്ക് എടുക്കാനുള്ളത്. നമ്മൾ ഓതി വച്ച ആദ്യത്തെ ആയത്തിൽ വരുന്ന കാര്യം, നമ്മൾ നേരത്തെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അവരുടെ വൈവാഹിക ജീവിതം, അതുപോലെ തന്നെ അനന്തര സ്വത്ത് ഓഹരി വെക്കുന്നിടത്തൊക്കെ അവർക്കുള്ള ചില വിവേചനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ഇസ്ലാം അതൊക്കെ തിരുത്തുകയും അവർക്ക് അർഹമായ അവകാശം അവർക്ക് നൽകുകയും ചെയ്താണ് നമ്മൾ നേരത്തെ ചിലർക്ക് ഒരു ചുറ്റുപാടുണ്ടായിരുന്നു. ഈ മഹർ കൊടുക്കുക എന്നുള്ളത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരാൾ തൻ്റെ ഭാര്യയുമായിട്ട് ഒരു നിലക്കും ഒത്തുപോകാത്തൊരവസ്ഥ വരുമ്പോൾ അവന് വേറെ ഒരു പെണ്ണിനെ ഉദ്ദേശിക്കുകയാണ്. അതായത് തൻ്റെ ഭാര്യയെ അദ്ദേഹം
വിവാഹമോചനം നടത്തുകയാണ്, അങ്ങനെ വേറെ വിവാഹം ഉദ്ദേശിക്കുകയാണ്. അത്തരം ഘട്ടങ്ങളിൽ ചില ആളുകൾ ആദ്യകാലത്ത് ജാഹിലിയ്യ കാലത്ത് ആ ഒഴിവാക്കുന്ന ഏത് പെണ്ണിനെയാണോ ഒഴിവാക്കുന്നത് തൊലാക്കൽ എന്നത്, ആ പെണ്ണിന് നേരത്തെ കൊടുത്ത മഹറടക്കം, മഹർ മാത്രമല്ല വേറെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വാങ്ങിയിട്ട് പറഞ്ഞയക്കുന്നൊരു ചുറ്റുപാടുണ്ടായിരുന്നു. അത് വളരെ മോശമാണ്. അത് വലിയ വ്യക്തമായ മഹാപാപമാണ്. അതിന്റെ കാരണങ്ങളും പറഞ്ഞിട്ട് അത് വലിയൊരു കരാറിന്റെ എതിരാണ് എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. അപ്പോൾ മുഅ്മിനീങ്ങളിൽ നിന്ന് ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നർത്ഥം വെച്ചിട്ട് നമുക്ക് വിശദീകരിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإن أردتم استبدال زوج مكان زوج وآتيتم إحداهن قنطارا فلا تأخذوا منه شيئا أتأخذونه بهتانا وإثما مبينا. വഇൻ അറത്തും, നിങ്ങൾ ഉദ്ദേശിച്ചാൽ, എന്തുദ്ദേശിച്ചു? ഇസ്തിബ്ദാല സൗജിൻ മക്കാന സൗജിൻ, തന്റെ ഇണയുടെ സ്ഥാനത്ത്, തന്റെ പെണ്ണിന്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണിനെ പകരമാക്കാൻ ഒരാൾ ഉദ്ദേശിച്ചാൽ, അതായത് നിലവിലെ ഭാര്യയെ തലാഖ് ചെല്ലുകയും വേറൊരു വിവാഹം ഉദ്ദേശിക്കുകയും ചെയ്താൽ, وآتيتم إحداهن قنطارا, അവളിൽ ഒരാൾക്ക് നിങ്ങൾ ധാരാളം സ്വത്ത് നൽകിയിട്ടുമുണ്ട്. അതായത് ഏത് ഭാര്യനെയാണോ ഒഴിവാക്കുന്നത് ആ ഭാര്യക്ക് ധാരാളം സ്വത്ത് കൊടുത്തിട്ടുണ്ട്, മഹറടക്കാണ് ഉദ്ദേശം. എന്നാൽ ഫലാ തൗഖുദൂ മിൻഹു ശൈആ, അതിൽ നിന്ന് നിങ്ങൾ ഒന്നും തിരിച്ചു വാങ്ങരുത്. അത്തഖുദൂനഹു ബുഹ്താനം വഇസ്മം മുബീനാ, വ്യാജമായും വ്യക്തമായ പാപമായതുമായ ഒന്നിനെ നിങ്ങൾ തിരിച്ചെടുക്കുകയാണോ, അതായത് ഇങ്ങോട്ട് വാങ്ങുകയാണോ? അതിന്റെ വാക്കിനെയാണ് അടുത്ത ആയത്തിൽ അതുകൂടി പറയാം. വകൈഫ തഖുദൂനഹു, എങ്ങനെയാണ് നിങ്ങൾ ആ കൊടുത്തതിനെ ഇങ്ങോട്ട് വാങ്ങുക? കാരണം പറയണം, എങ്ങനെയാണ് നിങ്ങൾ ആ കൊടുത്തതിനെ ഇങ്ങോട്ട് തിരിച്ചു വാങ്ങുക? ഏത് നിലക്ക്? വഖദ് അഫ്ലാ ബഅ്ദുകും ഇലാ ബഅ്ദ്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇണചേർന്നവരാണ്. വഅഖദ്ന മിൻകും മീസാഖൻ ഗലീളാ, മാത്രമല്ല അവളുമായിട്ട് ഒരു ഈടുറ്റ കരാറ് നിങ്ങൾ വാങ്ങിയതുമാണ്. എന്നിട്ട് നിങ്ങൾ ആ കൊടുത്തത് തിരിച്ചു വാങ്ങണോ? എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത്? എത്ര അർത്ഥവത്തായ കാര്യങ്ങളാണ് ആ ആയത്തിലൂടെ പറയുന്നത്. അതെല്ലാം വേറിട്ട് മനസ്സിലാക്കണം കേട്ടോ, അതിൽ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ കൊടുത്തതൊന്നും വാങ്ങാതെ പിന്നെ ഭാര്യനെ ഒഴിവാക്കണം എന്ന് കരുതിയാൽ വേറെ ആളെ പകരാക്കാം അല്ലേ എന്ന് നമ്മളോട് ചോദിച്ചാൽ അങ്ങനല്ല. അതായത് അതൊക്കെ വളരെ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം നടക്കുന്ന സംഗതിയാണ്. അത് പാടില്ല എന്ന് പറയാൻ പറ്റൂല. ഒരു നിലക്കും യോജിച്ചു പോകാത്ത രണ്ടു പേരെ നിങ്ങൾ വിവാഹിതരായതുകൊണ്ട് ഇനി നിങ്ങൾക്ക് പിരിയാന് ഒരവകാശമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കൂടി ജീവിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ആത്മഹത്യയിൽ കലാശിക്കും. അല്ലെങ്കിൽ അവർ കൂടി ജീവിക്കൂല, പക്ഷെ പിരിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർ രണ്ട് ഭാഗത്തായിട്ട് ജീവിക്കും. ശരിക്കും മഹാനഷ്ടാണ്, ശരിക്കും അത് അപ്രസക്താണ്, അത് യുക്തവുമല്ല. കാരണം മനുഷ്യനെ അണക്കം പോലെ അള്ളാഹു പിണക്കം കൊടുക്കും. പിണക്കം തീരുന്നതുണ്ടാവും, തീരാത്തതുണ്ടാവും, പരിഹരിക്കാൻ പറ്റിയതുണ്ടാവും, പരിഹരിക്കാൻ പറ്റാത്തതുണ്ടാവും. അപ്പൊ പരിഹരിക്കാൻ പറ്റാത്ത പിണക്കങ്ങളും കാര്യങ്ങളും ഉണ്ടാവുമ്പോൾ അവിടെ വേർപിരിയലായിരിക്കല്ലോ ഹൈറ്. അതുകൊണ്ടാണ് അനുവദിക്കപ്പെട്ട വിഷയങ്ങളിൽ അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ളത് വിവാഹമോചനാണെന്ന് പറയാൻ കാരണം. ഒരു വിഷയം അനുവദിക്കപ്പെട്ടാൽ അവിടെ അള്ളാഹ്ക്ക് വെറുപ്പുണ്ടാവാൻ പാടില്ല.
അള്ളാഹുവിനിക്ക് കോപമുള്ളൊരു കാര്യം അനുവദിക്കപ്പെടാനും പാടില്ല. അവിടെ പിന്നെ നബിതങ്ങൾ പറഞ്ഞത് പിഴച്ചതല്ല, പിന്നെന്താ, അത് അത്രയും ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്നറിയില്ല. ത്വലാഖ് എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് കളിക്കരുത്, വളരെ ജാഗ്രത കാണിക്കണം. അതിനൊരുപാട് നിബന്ധനകളുണ്ട്, അതൊക്കെ പാലിക്കണം എന്നുള്ള ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. അങ്ങനെ അതിന് ഓരോന്നിനോരോ പ്രോട്ടോകോൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ പാലിച്ച് നമ്മൾ പിന്നെ എന്ത് ചെയ്യുക, അങ്ങനെ പിരിക്കുകയാണെങ്കിൽ അതിലൊരു ഹയറുണ്ട്. അവിടെ ഈടുറ്റ കരാറ് എന്നൊക്കെ പറയുന്നത് നിക്കാഹ് വേളയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ചൊല്ലിക്കൊടുക്കണ്ടേ നമ്മൾ വരനും അതുപോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ വലിയനും അവരൊക്കെ എല്ലാവരും കേൾക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയൊക്കെ നടന്ന സ്ഥിതിക്ക് പിന്നെ എങ്ങനെ തീർക്കുന്നതാണ്. അപ്പോൾ അഥവാ തീർക്കേണ്ടി വന്നാൽ അതിനൊരു മാന്യത ഉണ്ട്. മാന്യത ഇല്ലാത്ത സംഗതി എന്താ അറിയോ, കൊടുത്തതൊക്കെ വാങ്ങാമല്ലോ. അതാണ് അതിലൊന്ന് മെഹറാണ്. ഈ മെഹർ എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ അതിനൊരു കാരണം പറയുന്നുണ്ട്. അത് നമ്മൾ പറയല്ലോ മഹാമോശാണത്. നമ്മൾ ഈ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ക്ഷേത്രത്തിലാണെന്നൊക്കെ പറയില്ലേ നമ്മൾ, അല്ലേ? നമ്മൾ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് കാളമ്പാടി ഉസ്താദ് നല്ലോണം പ്രയോഗിച്ചിരുന്നു അത്. അപ്പോൾ അത് ക്ലാസ്സിൽ നിന്നാരെങ്കിലും ഉറങ്ങുകയാണെങ്കിൽ ഉസ്താദ് എഴുന്നേൽപ്പിച്ചിട്ട് പറയും, നിങ്ങൾ ചിലപ്പോൾ ഈ കോളേജിലേക്ക് ജാമ്യാനൂരിക്ക് പോരുമ്പോൾ മഹല്ല് കമ്മിറ്റി നിങ്ങൾക്ക് വലിയ ആദരവൊക്കെ നൽകിയിട്ടുണ്ടാവും. ഉപരിപഠനത്തിന് പോകുകയാണ്. പൊന്നാര മുസ്ലിയാരെ നിങ്ങൾ ഇവിടെ ഇരുന്ന് ഉറങ്ങുണ്ടെങ്ങാനും ആ മഹല്ല് കമ്മിറ്റി കണ്ട ക്ഷേത്രത്തിലാണത്, ഇനി ഉറക്കി വരൂല. നിങ്ങൾക്ക് മനസ്സിലായി? അമ്മാതിരി വർത്താനം പറയും എന്നമാർക്കാണത്. ആ മഹറൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നാൽ അത് മഹാമോശമാണ്. നമ്മൾ രണ്ടാം പുറം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു പ്രയോഗമാണ്. പക്ഷെ അവിടെ ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. അതായത് പരസ്പരം ഇണ ചേർന്നിട്ടുണ്ടെങ്കിലാണ് അവിടെ ചെറിയൊരു, അവിടെ പിന്നെ തീരെ വാങ്ങാൻ പാടില്ല. ഇല്ലെങ്കിൽ അവിടെ ചെറിയൊരു അളവുണ്ട്. അതായത് ഇപ്പോൾ നിക്കാഹ് കഴിഞ്ഞു, നമ്മൾ ഇന്നാൾ പറഞ്ഞിട്ടുണ്ട്, നിക്കാഹ് കഴിഞ്ഞു കൂട്ടി കൊണ്ടുപോയിട്ടില്ല, അതായത് ഓല് പരസ്പരം ബന്ധപ്പെട്ടിട്ടില്ല, നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ പിന്നെ ഷാഫി മദ്ഹബ് പ്രകാരം ആ മഹറിന്റെ പകുതി ഉൾക്കൊള്ളൂ. ബന്ധപ്പെടാത്തത് കൊണ്ട് പകുതി പുതിയാപ്പൾക്ക് എടുക്കാം, തിരിച്ചു വാങ്ങാൻ പോകും. അല്ലെങ്കിൽ മുഴുവനും അവൾക്കുള്ളതാണ്. മാലിക് മദ്ഹബിൽ ബന്ധപ്പെടണമെന്നില്ല. അതായത് പിന്നെ അവർ തമ്മിൽ അങ്ങനെയുള്ളൊരു ബന്ധം വേണമെന്നൊന്നുമില്ല. ചെറിയ രൂപത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായാൽ പോലും മഹർ മുഴുവനും പെണ്ണിന് വലിയ സ്ഥാനമാണ് അവിടെ, വലിയ സ്ഥാനമാണ് അത്തരം വിഷയങ്ങളിലൊക്കെ. അത് നമ്മൾ വല്ലാതെ ഈ ത്വലാഖ് കൊണ്ട് കളിക്കാതിരിക്കാനാണ്. ഇപ്പം ഇന്നത്തെ കാലത്തൊക്കെ ഒരു 2 പവന്റെ 3 പവന്റെ ഒക്കെ മഹർ കൊടുത്തെങ്കിൽ അത് പോകുന്നുള്ള പേടിക്കലും ചിലപ്പോൾ ത്വലാഖ് ചെല്ലൂല, പെട്ടെന്ന് ചാടിക്കാണ്ട് ചെല്ലൂല തന്നെ. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ, ആ മഹർ അങ്ങനെ തന്നെ മറ്റുള്ളവർക്കാണ് കൊടുത്താൽ മതി എന്നാണ്ട് എന്ത് ചെയ്യും, ഇതൊന്നൊരു നിലയും വിലയും ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ യുക്തമായ നിലപാടാണ് അള്ളാഹു എടുത്തത്. അപ്പൊ ഇവിടെ പ്രത്യേകം അള്ളാഹു താല പറയാണ്, നിങ്ങൾ ഒരു ഭാര്യക്ക് പകരം മറ്റൊരു പെണ്ണിനെ പകരമാക്കുകയാണെങ്കിൽ നിങ്ങൾ ആ കൊടുത്തത് അതിൽ രണ്ടിലൊരാൾക്ക്, അതായത് ആ ത്വലാഖ് ചെല്ലാൻ പോകേണ്ട ഭാര്യക്ക് കിൻതാർ കാരണം എന്താണ്, മാലുൻ കസീർ എന്നതിനർത്ഥം. കിൻതാർ ധാരാളം കൊടുത്തു. ചിലപ്പോൾ മഹർ മാത്രം ഒന്നാവൂലേ, കാര്യം കൊടുത്തിട്ടുണ്ടാവും. പല തൗഹുദുമിന് ഷയ്യാ, അതിങ്ങോട്ട് വാങ്ങരുത് കേട്ടോ, അത് വാങ്ങരുത്, അത് വാങ്ങരുത്. മഹർ എന്തായിരുന്നാലും പിന്നെ ഓല് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ട് എത്ര ആൾക്കാർ ഇപ്പം അങ്ങനെ ത്വലാഖെല്ലുമ്പോൾ മഹർ വേണ്ട, ഓൽക്ക് തന്നെ കൊടുക്കുക, അതൊരു സുഖം കിട്ടൂല എന്ന് പറഞ്ഞ് പുതിയ ആപ്പിളക്ക് തന്നെ കൊടുക്കുന്നുണ്ട്, ഓല് ജീവിച്ചോട്ടെ എങ്ങനെയും അങ്ങനെയുണ്ട്. അപ്പോൾ അതിലൊക്കെ വലിയ കൂലി ഉണ്ടാവും, കര വിട്ടുവീഴ്ചയാണ്. അല്ലാതെ ആ മഹർ ഓൽക്ക് കൊടുക്കാൻ പാടില്ല എന്നല്ല, അതുപോലെ മര്യാദ. പക്ഷെ മറ്റവർക്ക് നിർബന്ധമാണ് അത് അവർക്ക് തന്നെ കൊടുക്കൽ. ഓല് ഇങ്ങോട്ട് തരികയാണെങ്കിൽ ഓക്കെ. അപ്പോൾ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ആ കാര്യത്തിൽ ശ്രദ്ധ അല്ലായിരുന്നു. ഖുർആൻ തന്നെ പറയുന്നത് അതൗഖുദൂനഹു ബുഹ്താനൻ വ ഇസ്മൻ മുബീന, വ്യാജമായിട്ടും പിന്നെ മഹാപാപമായിട്ടും വ്യക്തമായ സ്പഷ്ടമായ തെറ്റായിട്ടും അപരാധമായിട്ടും നിങ്ങൾ അതിങ്ങോട്ട് വാങ്ങണോ? എന്നിട്ട് അത് വാങ്ങാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം പറയാൻ, വകൈഫ തൗഖുദൂനഹു, എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചു പിടിക്കുക? ഏത് നിലക്ക്? വഖദ് അഫ്ലാ ബഅ്ദുകും ഇലാ ബഅ്ദ്, നിങ്ങൾ ചിലരിലേക്ക് ചേർന്ന്, അതായത് നിങ്ങൾ പിന്നെ ഇണ ചേർന്നിരിക്കുന്നു, ഭാര്യയും ഭർത്താവും. മാത്രമല്ല വ അഖദ്ന മിൻകും മീസാഖൻ ഗലീളാ,
അവരിൽ നിന്ന് വലിയ ഒരു കരാറുകൾ ആ പെണ്ണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ആ സ്ഥിതിക്ക് പിന്നെ എങ്ങനെയാണ് ആ മഹറുകൾ തിരിച്ചു പിടിക്കാൻ? അതേതറിയോ? അത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പിന്നെ ഒരായത്തിൽ പറയുന്നുണ്ട്, ആ വിഷയം പറയുന്നുണ്ട്. അതായത് പിന്നെ അതായത് നമ്മൾ ഈ അവരോടുള്ള ആ പിന്നെ ഈടുറ്റ കരാറ് എന്ന് പറഞ്ഞാൽ അത് അൽ-ബഖറയിലെ 229-ാമത്തെ ആയത്തിലാണ് അത് പറയുന്നത്. അത്വലാഖു മർറതാൻ ഫഇംസാകും ബിമഅറൂഫ് ഔ തസ്രീഹും ബിഇഹ്സാൻ. ഉണ്ടോ? അത്വലാഖു മർറതാനി, തിരിച്ചെടുക്കാൻ പറ്റുന്ന ത്വലാഖ് രണ്ടെണ്ണം. തിരിച്ചെടുക്കാൻ പറ്റുന്ന ത്വലാഖ് രണ്ടെണ്ണം. മൂന്നെണ്ണം ചൊല്ലിയാ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. തിരിച്ചെടുക്കാൻ പറ്റുന്ന ത്വലാഖ് ഒന്നോ രണ്ടോ ആണ്. അതാണ് അവിടെ പറയുന്നത്. അല്ലാതെ എന്തല്ല ത്വലാഖ് രണ്ടേ പറ്റുള്ളൂ എന്നർത്ഥം വെച്ചോലുണ്ട്. അങ്ങനല്ല, തിരിച്ചെടുക്കാൻ പറ്റുന്നത് രണ്ടാണ്. ഫഇംസാകും ബിമഅറൂഫ് ഔ തസ്രീഹും ബിഇഹ്സാൻ. നല്ല രൂപത്തിൽ അവരെ കൂടെ നിർത്തണം, അല്ലെങ്കിൽ നല്ല രൂപത്തിൽ അവരെ വിട്ടയക്കണം. നമ്മളിപ്പോ ഒരു വിവാഹം ചെയ്തു കൊടുക്കുമ്പോഴേ, നമ്മളൊരു വിവാഹം ചെയ്തു കൊടുക്കുന്ന സമയത്ത് വരനോട് വലിയ ഇങ്ങനെ പറയും. അതായത് ഉസ്താദ്മാര് ചൊല്ലി കൊടുക്കും. എന്ത്? പിന്നെ ആ നിക്കാഹിന്റെ തുടക്കത്തിൽ തന്നെ അവരോട് ഈ കാര്യം പറയുന്നുണ്ട്. ഉസവ്വിജുക അലാ മാ അമറല്ലാഹു ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. ഞാൻ എൻ്റെ മകളെ എനിക്ക് കെട്ടിച്ചേരേണ്ടത് എങ്ങനെയാണ്? ഒരു ഉടമ്പടിയോടുകൂടെയാണ്. അതായത് ഒന്നുകിൽ അള്ളാഹ് കൽപ്പിച്ചിട്ടുണ്ട് നല്ല രൂപത്തിൽ അവരെ കൂടെ നിർത്തണം, അല്ലെങ്കിൽ നല്ല രൂപത്തിൽ വിട്ടയക്കണം. അതിനെ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ അതിൻ്റെ അർത്ഥമൊക്കെ അവിടെ പറഞ്ഞു കൊടുത്താലേ ഫസ്റ്റ് തന്നെ നിങ്ങൾ നെഗറ്റീവാക്കല്ലേ അറിയും. ഓരോന്ന് ജീവിച്ചോട്ടോ ഉസ്താദേ, ഇപ്പൊ തന്നെ തലാഖ് അറിയും. അങ്ങനല്ല, അത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞ ആയത്ത് ആ ബറക്കത്തോടു കൂടെയാണ് വിവാഹം തുടങ്ങേണ്ടത്. പിന്നെയാണ് ആ നിർബന്ധമായ സീഗ നമ്മൾ പറയലോ സവ്വജതുക എന്ന് പറഞ്ഞിട്ട് ആ ചൊല്ലി കൊടുക്കുന്നത്. എന്ത് ചെയ്യാ? ഈ അടുത്തിരിക്കേണ്ടവരൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ നാളെ നിക്കാഹ് ചൊല്ലി കൊടുത്തപ്പോഴേ അടുത്ത് കുറച്ച് ആൾക്കാരെ നമ്മൾ നല്ല ആൾക്കാരെ നിർത്തുമല്ലോ. ഞാൻ പുതിയ പിന്നെ വലിയന് സവ്വജതുക ചൊല്ലി കൊടുക്കുമ്പോൾ മറ്റേ ആളും ചൊല്ലുന്നുണ്ട്. അതിങ്ങോട്ട് മറക്കുകയാണ്, സംഗീത റേഞ്ച് പോവാണ്. അതെ അതെ അതെ. അതെന്താ വെച്ചാൽ നമ്മൾ ചില കാര്യങ്ങൾക്കൊക്കെ ഇപ്പൊ മൗലൂദൊക്കെ ഓതുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ ആസ്ഥാനത്ത് ആമീ പറയണിട്ടില്ല. നിങ്ങൾ ഹദീസ് ഓതികാരം ആമീൻ അങ്ങനെ വരും. പിന്നെ ആരും ചെല്ലുന്നില്ലാന്ന് കാണുമ്പോഴാണ് എന്നിട്ട് രണ്ട് കുരയൊക്കെ കുറച്ച് പിന്നെ ചമ്മൽ മാറ്റാൻ പല മാർഗം സ്വീകരിക്കും. എന്നമാർക്ക് ഇതൊക്കെ അങ്ങനെ ചെല്ലിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെയൊക്കെ നല്ല ബോധത്തോടു കൂടെ തന്നെ എടുക്കണം. സ്വലാത്തൊക്കെ ചെല്ലുമ്പോൾ ആ കൂട്ടത്തിൽ കൂടി ചെല്ലുകയാണെങ്കിൽ ഓക്കെ. നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടാ സല്ലല്ലാഹു തആല എന്ന് പറഞ്ഞ് ചെല്ലി ഓക്കെ. മറ്റേത് ഖബിൽതു എന്ന് പറയുമ്പോൾ ഞാൻ സ്വീകരിച്ചു എന്ന് മറ്റവനും പറഞ്ഞാലോ അടിയുണ്ട കേസാ. അപ്പൊ അത് നല്ല ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ചില രസങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോ ഈ നിക്കാഹ് വേളയിൽ. ചിലപ്പോൾ നമ്മൾ തോണ്ടേണ്ടി വരും, ശ്രദ്ധിക്കിട്ടോന്നൊക്കെ പറയേണ്ടി വരും. അപ്പൊ എന്തായിരുന്നല്ലേ നമ്മൾ നിക്കാഹ് വേളയിൽ തന്നെ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അൽ-ബഖറയിൽ അള്ളാഹ് പറയാണ്, നിങ്ങൾ ത്വലാഖ് തിരിച്ചെടുക്കാൻ പറ്റുന്നത് രണ്ടെണ്ണാണ്. നിങ്ങൾ പിന്നെ ഒന്നുകിൽ നല്ല രൂപത്തിൽ അവരെ കൂടെ നിർത്തുക, അല്ലെങ്കിൽ നല്ല രൂപത്തിൽ വിട്ടയക്കുക. അതാണ് ഈടുറ്റ കരാറ് അറിയുന്നത്. അപ്പൊ ഇവിടെ ത്വലാഖ് ചെല്ലേണ്ട ഒരവസ്ഥ വന്ന് ത്വലാഖ് ചെല്ലുമ്പോൾ ഓളം കൗത്തുന്ന മാല ആ മഹർ കൊടുത്തെന്ന് പറിക്കാന്ന് പറഞ്ഞാല് ഔ തസ്രീഹിം ബിഇഹ്സാൻ എന്ന് പറഞ്ഞില്ലേ, അതിനെതിരാണ്. നല്ല രൂപത്തിൽ മാന്യമായ രൂപത്തിൽ ഞാൻ വിട്ടയക്കും. ആ വിട്ടയക്കുന്നതിനെതിരാണ്. മാന്യമായ രൂപത്തിൽ വിട്ടയക്കുന്ന എന്താ വെച്ചാൽ എടുക്കൂല, അത് വാങ്ങൂല, തിരിച്ചു വാങ്ങൂല മഹർ. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയാണ് അത്. എന്നിട്ട് പിന്നെ പറയുന്ന എന്താ പറയാ, അപ്പൊ നിങ്ങൾ പിന്നെ വഅഖദ്ന മിൻകും മീസാഖൻ ഗലീള, നല്ല കരാറ്, ഈടുറ്റ കരാറ് നിങ്ങൾ വാങ്ങിയതുമാണ്, കരാറ് ചെയ്തതാണ്. അതിന് എതിരായിട്ട് പിന്നെ നിങ്ങളത് തിരിച്ചു പിടിക്കുകയോ
ഇതൊക്കെ എന്താ അറിയോ, ഇതൊന്നും എന്താകരുത്, ഒരു കുട്ടിക്കളിയാൻ പാടില്ല. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട. ഇപ്പം ഇന്നലെ ഒരു സഹോദരന് പിന്നെ തൊലാക്കലാണെന്ന് പറഞ്ഞാണ്ട് ഒരാളെ വിട്ടിൻ്റെ പ്രസിഡന്റാണ്, അവിടുത്തെ പ്രസിഡന്റ് എൻ്റെ അടുത്ത് വന്നത്, തൊലാക്കലാണെന്ന് പറഞ്ഞാണ്. അപ്പോ ഖത്തീബിനെ കാണണം, തൊലാക്കല്ലാൻ ഖത്തീബിനെ കാണണമെന്നൊന്നുമില്ല. അപ്പൊ ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ്, എന്താണെന്നൊന്നുമില്ല. അത് പിരിച്ചാലേ മതിയാകൂ എന്നുള്ള ഒരു ചിന്തന വരികയാണ്. അതിന്റെ ഭവിഷ്യത്ത് പറഞ്ഞു കൊടുത്താല് ആളുകൾ മനസ്സിലാക്കാതെ. ഇപ്പോ ഇവിടെ തന്നെ പറഞ്ഞല്ലോ, നിങ്ങളെ ഇണയ്ക്ക് പകരം മറ്റൊരു പെണ്ണിനെ പകരമാക്കാന്ന് പറഞ്ഞിട്ടാ പറയുന്നത്. ഇതൊക്കെ എല്ലാവരും ചെയ്തോളിയെന്നല്ല. ഇപ്പൊ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലേക്ക് ആദ്യമായിട്ട് കടന്നു വന്ന അവന്റെ ആ ഇണണ്ടല്ലോ, അല്ലെങ്കിൽ തുണണ്ടല്ലോ, അവന്റെ ജീവിതത്തിന്റെ പാതി ഉണ്ടല്ലോ, അതിന്റെ പകരം വെക്കാൻ വേറെ ആരും ഉണ്ടാവില്ല. അപ്പോ കാരണമില്ലാതെ അവരെ പ്രയാസപ്പെടുത്തുന്ന ഒരവസ്ഥ വന്നാൽ അത് വലിയ ശാപത്തിനും മറ്റും കാരണമാവും. അങ്ങനെ പിന്നെ അവസാനം ഇപ്പൊ ഒരു തളപ്പൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും, ഒന്നും അല്ലാതെ പോവും. അവസാനം പിന്നെ വലിയ ബുദ്ധിമുട്ടിലേക്കും വലിയ പ്രയാസത്തിലേക്കും എത്തുന്ന എത്രയോ ആളുകളെ നമ്മളെ കണ്ണുമുന്നിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാ പിന്നെ ഒരു നിലക്കും തീർക്കല്ലാതെ വേറൊരു മാർഗമല്ലെങ്കിലോ, അങ്ങനത്തെ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ, കുഴപ്പമില്ല. പക്ഷെ അവിടെയൊക്കെ മാന്യമായ സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അവരുടെ അവകാശം എന്തായിരുന്നാലും എന്ത് ചെയ്യണം, അവർക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാൻ ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് വേറെയും കുറെ വിഷയങ്ങൾ പറയാം. ഇനി 22ാമത്തെ ആ ആയത്ത് ഇറങ്ങാനുള്ള കാരണം, അബൂ ഖൈസ് ബിൻ അസ്ലത്ത് റളിയല്ലാഹു അൻഹു, ആ സ്വഹാബി ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന് ഭാര്യ ഉണ്ടായിരുന്നു. ആ ഭാര്യയിലല്ലാതെ അദ്ദേഹത്തിന് ഒരു മകനുണ്ടായിരുന്നു. ആ ഭാര്യയിലല്ലാത്ത ഒരു മകനുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചു. അപ്പോ അദ്ദേഹത്തിന്റെ ആ മകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഭാര്യക്ക് അത് പറക്കാത്ത മകനാണ്. അങ്ങനെയല്ലേ നമ്മൾ പറയാ, അല്ലേ? അവളിൽ പ്രസവിക്കപ്പെട്ടല്ലോ, ഭർത്താവിന്റെ മറ്റൊരു പെണ്ണിലുണ്ടായിരുന്ന പിന്നെ മകനാണ്. ഈ സ്വഹാബി ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ ഇയാളുടെ മകന് വാപ്പാന്റെ ഭാര്യയോട് പറയാണ്, അതായത് ഈ സ്വഹാബിന്റെ ഭാര്യയോട് പറയാണ്, ഞങ്ങളെ കല്യാണം കഴിക്കാം, ഞങ്ങളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. അപ്പോ ആ സഹോദരി മകനോട് പറയാണ്, നീ എനിക്ക് പറക്കാത്ത മകനാണെങ്കിലും ആളുകളുടെ കണക്കനുസരിച്ച് ഇതിന്റെ മകനാണ്. ആളുകളുടെ കണക്കനുസരിച്ച് ആളുകൾ ഇപ്പൊ മകന് എന്നല്ല പറയാം. അപ്പൊ നീ എന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാല് അത് ആളുകളുടെ ഇടയിലൊക്കെ ഒരു സംസാരം വരൂലേ? ഷാരു പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് ആളുകൾക്കിടയിൽ ഒരു സംസാരത്തിന് ഇടവരും. അതുകൊണ്ട് ഈ മസ്അലയെ പറ്റി നീ നബിയോടൊന്ന് ചോദിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതിക്കൽ നടത്താൻ. അങ്ങനെ ഈ മസ്അല ചോദിക്കാൻ വേണ്ടി നബി തങ്ങളുടെ അരികെ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ കാര്യം പറഞ്ഞു. അവർ റസൂലെ വലിയ പ്രയാസമായി. അത് ജാഹിലിയ്യ കാലഘട്ടത്തിൽ അവർ ചെയ്തിരുന്നൊരു കാര്യമാണ്. പക്ഷെ ഒരിക്കലും ശരിയല്ല എന്നുള്ളതാണ്. അതിനൊരു പ്രത്യേക ഒരു നിയമം അപ്പൊ വരണം. അങ്ങനെയുള്ള നിയമം വരല് ഓരോ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അബൂ ഖൈസ് ബിൻ അസ്ലത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഭാര്യ ഇത് അവതരിപ്പിച്ചു, പറക്കാത്ത എൻ്റെ ആ മകന് എന്നെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നബിയെ, അതിന് പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് 22ാമത്തെ ആയത്തിറങ്ങുന്നത്. നോക്കൂ, ولا تنكحوا ما نكح آباؤكم من النساء إلا ما قد سلف إنه كان فاحشة ومقتا وساء سبيلا. അല്ലാഹു തആല പറയാണ്, വലാ തൻകിഹു, നിങ്ങൾ ഒരിക്കലും വിവാഹം കഴിക്കരുത്, മാ നകഹ ആബാഉക്കും, നിങ്ങളുടെ പിതാക്കള് വിവാഹം ചെയ്ത സ്ത്രീകളെ നിങ്ങൾ ഒരിക്കലും വിവാഹം കഴിക്കരുത്. പിന്നെ നിസായി പെണ്ണുങ്ങൾ എന്ന് സ്ത്രീകളിൽ നിന്ന് നിങ്ങളുടെ ഉപ്പമാര് ഇണകളാക്കിയവരെ, വിവാഹം ചെയ്തവരെ നിങ്ങൾ ഒരിക്കലും വിവാഹം കഴിക്കരുത്. വാപ്പാര് മരിച്ചാലേ ഇപ്പൊ വിഷയം വരണുള്ളൂ, അല്ലാതെ ഉണ്ടാവൂലല്ലോ.
അപ്പോൾ നിങ്ങളെ വാപ്പാര് കല്യാണം കഴിച്ച പെണ്ണിനെ ഒരു നിലക്കും നിങ്ങൾ കല്യാണം കഴിക്കരുത്. അത് എവിടേക്കേ വരുന്നുള്ളൂ അറിയാം, ഈ പറക്കാത്ത മക്കളെ വരുന്നുള്ളൂ കേട്ടോ. മറ്റേടത്ത് അങ്ങനെ എന്തായിരുന്നാലും വരൂലല്ലോ, ആ ചിന്ത വരൂല. പക്ഷെ ഇതിലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇല്ലാമാ ഖദ് സലഫ്, നേരത്തെ സംഭവിച്ചതൊഴികെ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു നിയമം ഖുർആനിൽ വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അത് ഇനി അയിമക്ക് വല്ല ചെകഞ്ഞ അന്വേഷിച്ച് ബാക്ക് പോകണ്ട. കാരണം എന്താ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അതങ്ങനെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു. അവർക്ക് കുട്ടികളായിട്ടുണ്ടാവും, കുട്ടികളായിട്ടുണ്ടാവും. അതൊക്കെ പാടപ്പിഞ്ഞ് തീരുമാനാക്കി നിന്നാൽ എവിടെ എത്തൂല. അപ്പോൾ അത് പോട്ടെ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടാകരുത് എന്ന് മാത്രമല്ല, ഇന്നഹു കാന ഫാഹിഷ, തീർച്ചയായിട്ടും അതൊരു നീചവൃത്തിയാണ്. വമഖ്താ, അത് അല്ലാഹുവിന്റെ കോപത്തിന് കാരണമാണ്. വസാഅ സബീലാ, അത് തെറ്റായ ഒരു മാർഗമാണ്. അത് ഒരിക്കലും ഉണ്ടാകരുത്. നമ്മൾ ഈ പിന്നെ വിവാഹത്തിലൂടെ അത് കാരണം വിവാഹബന്ധം നിഷിദ്ധമാകുന്നുണ്ടല്ലോ, അതിൽപ്പെട്ടൊന്നാണത്. വാപ്പ വിവാഹം കഴിച്ചതുകൊണ്ടാണ് ആ പെണ്ണിനെ പിന്നെ ഓന് പറ്റൂല എന്ന് പറയുന്നത്. വാപ്പ വിവാഹം കഴിക്കലോടുകൂടെ അത് നമ്മൾ ഈ ഞങ്ങളെ ഭാഗത്തൊക്കെ വാപ്പട്ടിളയമ്മന്നറിയാം. വാപ്പ കെട്ടിയ ഇളയുമ്മ എന്നാണത്. പറയുമ്പോൾ അങ്ങോട്ട് ഒന്നായിട്ട് പറയുകയാണ്, എന്താ പറയേണ്ടതൊന്നും തിരിയില്ല. ചിലപ്പോൾ അപ്പം അങ്ങനെ പറയണില്ല അല്ലേ, അങ്ങനെ പറയില്ല, എന്നാൽ ഉമ്മനാ പറയില്ല. ഈ വേർതിരിവൊക്കെ കുറെ ആദ്യകാലത്ത് ഭയങ്കര സൂക്ഷ്മതയാണ്. പക്ഷെ അന്ന് ഇങ്ങനെയൊക്കെ ചിലതുണ്ടായിരുന്നു. അങ്ങനെ തന്നെ പറയണം എന്നുള്ളത്. അമ്മായിമാനെ അമ്മ അറിയില്ല, അമ്മായിമാൻ തന്നെ പറയണം. അമ്മാന്ന് വിളിച്ചാലും പരിചയപ്പെടുത്തുമ്പോൾ അമ്മായിമാൻ തന്നെ പറയണം, അല്ലെങ്കിൽ വലിയൊരു തെറ്റായ മാറ്റിയത്. അത് മരോളാണെന്നേ പറയുള്ളൂ. രണ്ടാമത്തെ മരോള്, മൂന്നാമത്തെ മരോള്. ചിലർ ചോദിച്ചോകൊണ്ട് അതിൻ്റെ മോളാണ്. അപ്പൊ നിങ്ങൾക്ക് പെൺകുട്ടികളില്ലല്ലോ. അല്ല, എൻ്റെ മോളാണത്. നിങ്ങൾക്ക് പെൺകുട്ടികളുണ്ടോ? മരോളെ പറ്റിയാണ് പറയണ്ടേ, തന്നെ അങ്ങനെ പറയണ്ടല്ലോ. ഇപ്പോൾ ജ്യേഷ്ഠന്മാരൊക്കെ നമ്മളങ്ങനെ ഉണ്ടല്ലോ, നമ്മളെ കുട്ടികളൊക്കെ മക്കൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേർതിരിച്ച് ഇങ്ങനെ ഇടങ്ങാറേണ്ട ആവശ്യമില്ല. അത് സ്നേഹത്തിൻ്റെ ഒരു അടയാളം കൂടിയാണ്. അത് നമ്മൾ ആ പ്രയോഗത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക. ജ്യേഷ്ഠൻ്റെ മകൻ എൻ്റെ മകനാണ്. പക്ഷെ വല്ല തെണ്ണിപ്പാട്ടിൻ്റെ കുട്ടികളങ്ങനെ പറയില്ല കേട്ടോ. അതൊക്കെ നമ്മളെ ഡ്രസ്സ് തന്നെ വരും എഴുതിയിട്ട്. അത് കാക്കാൻ്റെ കുട്ടിയാണ്. കാക്കാൻ്റെ കുട്ടിക്ക് A+ എല്ലാ വിഷയത്തിലും കിട്ടിയ എൻ്റെ കുട്ടിയാണെന്നൊക്കെ പറയും. ചിലപ്പോൾ A+ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ കാക്കാൻ്റെ കുട്ടി തന്നെ കയറും. അങ്ങനെയാണ് സാധാരണ ആവല്. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ തന്നെ അങ്ങനെ പറയല്. അപ്പോൾ പോട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, ഇവിടെ എന്തുകൊണ്ടാണ് വാപ്പ കല്യാണം കഴിച്ച ആ പെണ്ണ് ആ വാപ്പാന്റെ മക്കൾക്ക് എന്താണ് ഉമ്മാന്റെ സ്ഥാനത്താണ് കാലാകാലം. അതുകൊണ്ടാണ് അത് കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞിട്ടോ. ഇന്നഹു കാന ഫാഹിഷത്തൻ വ മഖ്തൻ വ സാഅ സബീല എന്നാണ് കുറച്ച് ഗൗരവത്തിൽ പറയുന്നത്. സൈക്കിൾ എടുത്ത് കൂടെ അറിയുമ്പോൾ പറയണം അത് നീചമാണ്. ഈ ഫാഹിഷത്ത് എന്ന് സാധാരണ പറച്ചിലെന്തിനാ? വ്യഭിചാരത്തിനാ. ഖുർആനിൽ ഒരിടത്താണ് അത് ഏതിന് പറഞ്ഞത്, വേറെ നിലക്ക് പറഞ്ഞത് പിന്നെ പിശുക്കത്തരത്തിന് പറഞ്ഞത്. അതുപോലൊരു പ്രയോഗമാണ് ഇവിടെ പ്രയോഗിച്ചത്, ഫാഹിഷത്ത്. അപ്പോൾ എത്ര ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹു തആല പറയാണ് ഫാഹിഷത്താണത്. വമഖ്തൻ, അത് അള്ളാന്റെ കോപത്തിന് കാരണമാണ്. അള്ളാന്റെ ഗളബ്, ദേഷ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ ദേഷ്യത്തിന് കാരണമാണ്. വസാഅ സബീല, അത് തെറ്റായ മാർഗമാകുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുത് എന്നാണ് ഇത് പറയുമ്പോൾ. നമ്മളിപ്പോൾ 3 നിലക്ക് നമുക്ക് വിവാഹം നിഷിദ്ധമാകുന്നത് വരും. ഒന്ന് രക്തബന്ധമായിരിക്കും, മറ്റൊന്ന് കെട്ടുബന്ധമായിരിക്കും, മറ്റൊന്ന് മുലകുടി ബന്ധമായിരിക്കും. ഈ 3 ബന്ധങ്ങൾ കാരണം ചിലർക്ക് ചിലരെ എന്ത് ചെയ്യാൻ പറ്റില്ല, വിവാഹം കഴിക്കാൻ പറ്റില്ല. അതോടെ വേർതിരിച്ചൊന്ന് പറയുന്നത് നോക്കൂ. അടുത്ത ആയത്തിൽ പറയുന്നതാണ് അനർത്ഥം വെക്കാം. ഹുർരിമത് അലൈക്കും ഉമ്മഹാത്തുക്കും, അതിന്റെ ആ 3 പറയുന്നുണ്ട് അവിടെ. ഹുർരിമത് അലൈക്കും ഉമ്മഹാത്തുക്കും, നിങ്ങളുടെ മാതാക്കൾ നിങ്ങളുടെ മേലിൽ അത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ മാതാക്കൾ നിങ്ങളുടെ മേലിൽ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കാണൽ അനുവദനീയമാണ്. പിന്നെ അതേ സമയത്ത് വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടൽ നിഷിദ്ധമാണ്. ഉമ്മാനെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇല്ല.
അങ്ങനെ പറ്റുന്നൊക്കെ പറഞ്ഞ് ഈ പ്രാകൃതമായ നിലപാട് സ്വീകരിക്കേണ്ടവരുണ്ട്. അതിലൊന്നും ഇപ്പം അത്ര വലിയൊരു സംഗതി ഇല്ല. അപ്പൊ പിന്നെ നാൽക്കാലികളും നമ്മളും എന്തായിരിക്കും വ്യത്യാസം? ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അള്ളാഹു പറയാണ്, നിങ്ങളുടെ മാതാക്കൾ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. മാതാക്കൾ പറയുമ്പോൾ നമ്മളെ ഉമ്മ, ഉമ്മാന്റെ ഉമ്മ, ഉപ്പാന്റെ ഉമ്മ, അങ്ങനെ അങ്ങനെ വല്യമ്മമാർ എത്ര മുകൾക്ക് പോയാലും അതേമാതിരി തന്നെ. ഉമ്മാന്റെ അമ്മ അവരമ്മ, ഇപ്പാന്റെ അമ്മ അവരമ്മ, ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് എത്ര മുകളിലേക്ക് പോയാലും അവരൊക്കെ നമ്മളെ നേരെ ഉമ്മാന്റെ സ്ഥാനത്ത് തന്നെ. ഉമ്മ, വല്യമാർ അങ്ങനെ പോയി. അതാണ് ആദ്യം അള്ളാഹു പറഞ്ഞത്. പിന്നെ പറഞ്ഞതോ വബനാതുക്കും, നിങ്ങളുടെ പെൺമക്കൾ നിങ്ങൾക്ക് നിഷിദ്ധമാണ്. അപ്പോ നമുക്ക് നമ്മളെ പെൺകുട്ടികളെ കാണാം, പെൺകുട്ടികളെ കാണാന്ന് പറ്റുമ്പോ അപ്പൊ അവരെ നമുക്ക് വിവാഹത്തിന് പറ്റൂല. ഇതെവിടെ പറയണ്ട നിങ്ങൾ മറ്റൊരു വീട്ടിലേക്ക് സമ്മതം ചോദിക്കാതെ പോകരുത് എന്ന് സൂറത്ത് നൂറിൽ ആയത്തിറങ്ങിയപ്പോ അത് പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു കാരണം വേറൊരായത്ത് കൂടി ഇറങ്ങി. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ കാരണം, അതായത് ഈ കുട്ടികളുണ്ടാവും നമ്മളെ വീട്ടില് ജോലിക്കൊക്കെ നിർത്തിയ ചെറിയ കുട്ടികള്, അടിമകള്, ഇനി സ്വന്തം കുട്ടികളാണെങ്കിൽ പോലും അവരും നമ്മൾ ഈ റൂമുകളിലേക്കൊക്കെ ഒരു ചിലപ്പോൾ ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ പോലെ എല്ലാത്തിനും സമ്മതം ചോദിക്കാൻ പറ്റൂലല്ലോ. എന്നാലും ബെഡ്റൂമിലേക്കും മറ്റും കയറുമ്പോൾ ഓരോ സമ്മതം ചോദിക്കണം, പ്രത്യേകിച്ച് 3 സമയങ്ങളിൽ എന്ന് ഖുർആൻ പറയുന്നത്. ഒന്ന് ഉച്ചമയക്കത്തിന്റെ സമയമാണ്. ഉച്ചക്ക് ആ മയക്കത്തിന്റെ ആ ടൈമിൽ തല്ലി തുറന്ന് ചെല്ലരുത്. ഇശാഇന്റെ ശേഷം കിടക്കാൻ ഇറങ്ങുമ്പോഴും സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കുന്ന സമയത്തും. അപ്പൊ ചിലപ്പോൾ വസ്ത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഘട്ടത്തിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ആ 3 ഘട്ടങ്ങളിൽ സമ്മതം ചോദിക്കണം. അല്ലാത്ത സമയത്ത് സമ്മതം ചോദിക്കാതെ കയറാന്നാണ് സൂറത്ത് നൂറിൽ പറയുന്നത്. ഇവർക്ക് പ്രായപൂർത്തിയാൽ എല്ലാ സമയത്തും അവരെ ശ്രദ്ധിക്കണം എന്നാണ്. നമ്മൾ ഈ മര്യാദകളൊക്കെ ഇപ്പൊ എല്ലാവരും വേണമെന്ന് പറയേണ്ട അവസ്ഥയ്ക്ക് കാര്യങ്ങൾ എത്തും. അതാണ് ഒരു സിനിമാ നടൻ മരിച്ചപ്പോ കടയിൽ അവിടെ മര്യാദ പാലിക്കായിട്ടുള്ള പിന്നെ ചിതയിലേക്ക് എടുത്ത് വെച്ച് ഇവ കത്തിക്കണം. കത്തിക്കുമ്പോൾ ഓരോരുത്തര് ആ മുഖം കത്തുന്നത് കാണാൻ കണക്കാക്കി കാണാൻ ഇത് പിടിച്ചിട്ടുണ്ട്. അതാണ് പിന്നെ അവിടെ ആട്ടലും പ്രശ്നമൊക്കെ ഉണ്ടായത്. ഇതൊക്കെ തന്നെ ഇപ്പൊ നമ്മൾ പറയേണ്ടത്. മനുഷ്യന് ചില സ്വകാര്യതകളും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലായിടത്തും. ഇപ്പൊ നമ്മള് മയ്യത്ത് മറവ് ചെയ്യുമ്പോൾ കണ്ടില്ല നിങ്ങൾ ആ കുടിയിൽ, നമ്മളത് എന്ന് പറഞ്ഞാല് നമ്മളെ മതത്തിലാണ് മയ്യത്തിനോട് മാന്യമായ ആദരവ്. മാന്യമായ ആദരവ് എന്ന് പറയാൻ കാരണം ചിലരൊക്കെ കാണിക്കുന്നത് പോലെ പെട്ടിയോ അലങ്കാരോ ഒന്നും പറ്റില്ല, നമുക്ക് പറ്റൂല. അല്ലെങ്കിൽ അവിടെ മാർബിളോ ഗ്രാനൈറ്റോ ഒക്കെ പതിച്ചിട്ട് ചൊറുക്കൂട്ടാനും പറ്റൂല. എന്നാൽ അതേസമയം എത്ര മാന്യമായ രൂപത്തിലാണ് ആ 3 കഷ്ണം തുണിയിലെ പഞ്ഞിയൊക്കെ വെച്ച് ശരിക്ക് ആ മയ്യത്ത് കുളിപ്പിച്ച്. അപ്പൊ എന്തിനാ നമ്മൾ ഒരു ഇതിങ്ങനെ മൂടുന്നത്? എല്ലൊന്നും ഇപ്പൊ എല്ലാവരും കാണണ്ട. അതാണ് എനിക്ക് ഓരോന്നിനും ഓരോ മര്യാദ. നമ്മൾ പറയുന്നിടത്തേക്കാണ് ലാസ്റ്റ് എല്ലാ കാര്യങ്ങളും എത്തുന്നത്. ഇപ്പൊ ലഹരിയുടെ കാര്യം എടുത്ത് നോക്കി. നമ്മൾ എപ്പോഴും പറയുന്നതാണ് ലഹരി ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ടാണ് സമൂഹത്തിന് 10 കാര്യങ്ങൾ പറയുന്നുണ്ട്. ലഹരി പറഞ്ഞെടുത്ത് 10 കാര്യങ്ങൾ, അതിന്റെ ബുദ്ധിമുട്ടുകൾ. ഇപ്പോ ഓപ്പറേഷൻ തൂഫാൻ നടത്തിയിട്ട് ഇപ്പൊ പറയേണ്ടതും അതന്നെ. ആഭ്യന്തരമന്ത്രി ഉസ്താദ്മാരുടെ അടുത്തൊക്കെ പോവാണ്, നമ്മളൊന്ന് സഹായിക്കണം പള്ളിയിൽ നിന്നൊക്കെ ഒന്ന് പറയണം. നമ്മളെ കൗമ അല്ലാതെ ഉപയോഗിക്കേണ്ടെന്ന് അറിയാം. അതേ സമയത്ത് നമ്മളെ കൗമേ ഉപയോഗിക്കണുള്ളൂ. പിന്നെ പോലത്തിലൊക്കെ ഉപയോഗിക്കോ? ഇല്ലല്ലോ. വേറെ ചിലർക്കൊക്കെ പുരോഹിതന്മാരൊക്കെ അന്ന് മിനിങ്ങിയിട്ടാ വരിക. കുഴപ്പമില്ല, ആലോചിച്ചോ നിങ്ങൾ. നമ്മളെ മതത്തിൽ അൽഹംദുലില്ലാഹ് അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ല. എല്ലാവരും ഇപ്പൊ നമ്മളിപ്പോ പള്ളിയോട് ബന്ധപ്പെട്ടവരും ഇത്ര ബന്ധപ്പെട്ടപ്പോ നമ്മളെ പോലത്തെ ആൾക്കാരൊന്നും ഇതിനില്ലല്ലോ. കുറച്ച് ആളുകളൊക്കെ ചിലപ്പോ ചില സന്ദർഭങ്ങൾക്ക് വഴങ്ങിയിട്ടങ്ങനെ ചെയ്യുന്നുണ്ടാവും. തിരുത്തും ചെയ്യാം തെറ്റുകൾ. ഏതായിരുന്നാലും അത് നമ്മൾ നല്ലോണം സഹകരിക്കേണ്ട ഒരു വിഷയമാണ്. പൂട്ടണം. എന്നാൽ കുറെ കേസുകൾ ഇല്ലാതാകും, അക്രമങ്ങൾ ഇല്ലാതാവും, ഭയങ്കര സമാധാനം ഉണ്ടാവും. ഇതല്ലേ ഇപ്പൊ നമ്മൾ മതം പറയുന്നതും. അതില്ലാത്തത് കൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. സാമൂഹ്യ മര്യാദകൾ സൂറത്തുൻ നൂറില്, അതുപോലെ തന്നെ സൂറത്തുൽ ഹുജറാത്തിൽ ഒക്കെ അള്ളാഹു പറയുന്നുണ്ട്. അതൊക്കെ ശരിക്ക് എല്ലാ മനുഷ്യരും സ്വീകരിക്കുകയാണെങ്കിൽ ഇവിടെ ഭയങ്കര റാഹത്തായൊരവസ്ഥയാണ്, സന്തോഷകരമായ അവസ്ഥ. ഒരു സഹോദരന് ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി സുഖമില്ലാത്ത കുട്ടിയാണ്. സുഖമില്ലാത്ത കുട്ടി എന്നാൽ അത്യാവശ്യം വയസ്സുണ്ട്. അപ്പോൾ അത് ഭയങ്കര അക്രമം കാണിക്കും. ചിലപ്പോൾ അക്രമം കാണിക്കാൻ പുറത്തു പോയിട്ടല്ല, വാതിൽ ഉറക്കടക്കുക, വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ആ വീട്ടിൻ്റെ അടുത്തുള്ള വീട്ടുകാരെ ഈ കുട്ടീൻ്റെ വാപ്പാനോട് പറയണ, ഞങ്ങൾക്ക് കുട്ടികൾക്ക് പഠിക്കാൻ കഴിയണില്ല, ഞങ്ങളെ മകൻ്റെ ഒച്ചപ്പാടുണ്ട്. അപ്പം അങ്ങനെ പറയുന്ന അയൽവാസിയുടെ മാനസികാവസ്ഥ ആലോചിച്ചു.
ഇവർ ഈ കുട്ടിക്ക് ചികിത്സിക്കാത്ത ചികിത്സല്ല. എത്ര ടെൻഷനോട് കൂടിയാണ് ആ കുടുംബം കഴിയുന്നത്, ബുദ്ധിയില്ലാതെയാണ് ആ കുട്ടി ചെയ്യുന്നത്. എന്നിട്ട് ഒരുമാതിരി ആക്കിയ വർത്താനം അവിടെ നിന്ന് വന്ന് ഞങ്ങളെ കുട്ടിയൊക്കെ പഠിക്കാൻ കഴിയുന്നില്ല. ഇതേ പ്രശ്നം ആ കുട്ടിയാക്കും പഠിച്ചവന് കൊടുത്തൂടെ? സർവ്വ പഠനം നോക്കൂലേ, ഒരു A+ കിട്ടൂല. അപ്പൊ അത് ചിന്തിക്കാനൊരു തലച്ചോറില്ല. ഈ ആഴ്ച ഉണ്ടായ സംഭവം അപ്പൊ ഈ പറയുന്നുണ്ട്, വേദനയോടുകൂടെ ആ പിതാവ് എന്നോട് പറഞ്ഞാണ്, ഈ ജാതി അയൽവാസികളുണ്ട്. അയൽവാസികൾ നന്നാകാൻ വളരെ പ്രധാനമാണ്. നമുക്ക് കുറേ എന്തുണ്ടായിട്ടും കാര്യമില്ല, ഇത് സ്നേഹത്തിൽ കഴിയാണ്ടാണ്. ഞാൻ മറിച്ച് ഈ സഹോദരൻ അവരോട് പറയാണ്, എന്താ ചെയ്യാ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവൂലേ നമ്മളെ കുട്ടീൻ്റെ ഒച്ചപ്പാടുകൊണ്ട്. അപ്പൊ മറ്റുള്ള എന്താ പറയണ്ടേ, ഇപ്പൊ നമ്മൾ പഠിച്ചോൻ്റെ ഒരു പരീക്ഷണമല്ലേ, ഇപ്പൊ നമ്മൾ ചെയ്യിക്കല്ലോ, അതുകൊണ്ട് പക്ഷെ നമുക്ക് കുട്ടീൻ്റെ രോഗം മാറട്ടെ, ഞങ്ങൾക്ക് പ്രയാസമൊന്നുമില്ല ഉണ്ടെങ്കിൽ തന്നെ പറയാൻ വേണ്ടോ. അതിന് പകരം ഓല് പറയണം. എന്നിട്ടിപ്പോൾ ആ സഹോദരൻ അവിടെ നിന്ന് മാറി പോകാനുള്ള പരിപാടിയാണ്, സഹിക്കാൻ കഴിയിട്ട്. അത് പണി ഇങ്ങനെ വരും ബാക്കിൽ മറ്റോൾക്ക്, പിന്നെ ഇങ്ങനെ കേരിക്കും വേണ്ടിയില്ലായിരുന്നു. ഇതിനൊക്കെ കുറേ മര്യാദകളുണ്ട്. നമ്മളെ മതത്തെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അയിവട്ടെ വിഷയങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ അള്ളാഹു തആല പറഞ്ഞു വരുന്നത് എന്താ അറിയോ, അങ്ങനെ നിങ്ങൾ അന്യ വീട്ടിലേക്കൊന്നും കയറരുത്, അങ്ങനെയാണ് സമ്മതമല്ലാതെ കയറുന്ന പറഞ്ഞപ്പോൾ സഹാബിമാര് ചിന്തിച്ച്, പഠിച്ചനെ മകളെ വീട്ടിലേക്ക് പോകാൻ പറ്റൂലേ, ഉമ്മാന്റെ സഹോദരിയുടെ വാപ്പാന്റെ പെങ്ങളെ, അങ്ങനെ ഒരു ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ അതിന് മറുപടി കൊടുത്തു, സൂറത്ത് നൂറിലും കൊടുത്തു, ഈ ആയത്തും അങ്ങനെ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ആരൊക്കെ പറ്റും ആരൊക്കെ പറ്റൂല, ഡയറക്റ്റായിട്ട് ഇടപെടാൻ പറ്റുന്നതും പറ്റാത്തതും. നിർബന്ധിത ഘട്ടത്തിൽ പിന്നെ പരസ്പരം അപകടമൊക്കെ നടന്നാൽ പിന്നെ അവിടെ നമ്മൾ പിന്നെ ഇത് തൊട്ട ഒന്നുമുറിയൊന്നും നോക്കിയിട്ടല്ലല്ലോ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തലും മറ്റും. അല്ലാത്ത സമയം പറയുന്നത്, നിർബന്ധിത ഘട്ടത്തിൽ ചില സംഗതികളുണ്ടാവും, അല്ലാത്ത സമയം ശ്രദ്ധിക്കണം. അപ്പൊ നോക്കൂ, അള്ളാഹ് പറയാണ്, നിങ്ങളുടെ ഉമ്മമാര് നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ പെൺകുട്ടികളും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. അതായത് അവനാന്റെ മക്കളെ കാണാം. അപ്പോൾ ഒരു വാപ്പാക്ക് മകളെ കല്യാണം കഴിക്കാൻ പറ്റൂല എന്നർത്ഥം. വഅഖവാതുക്കും, നിങ്ങളുടെ പെങ്ങന്മാരും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ മുമ്പ് ഒരു തരീഖത്ത് എന്ന് പറഞ്ഞ് ഒരു കള്ളൻ വന്നിരുന്നു. അപ്പൊ നോക്കുമ്പോൾ അയാൾ സ്വന്തം പെങ്ങളാണ് അത്ര ഭാര്യ. കുറെ കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അതിൽ 2-3 കുട്ടികളുണ്ട്. അങ്ങനെ നമ്മൾ ഉസ്താദുമാര് അയാളോട് ചെന്ന് നേരിട്ട് സംസാരിച്ചു, ഇത് ശരിയല്ലല്ലോ, നിങ്ങളെ നേരെ പെങ്ങളെയാണോ കല്യാണം കഴിച്ചത് ചോദിച്ചു. മുത്താപ്പാന്റെ മകളല്ല, മുത്താപ്പാന്റെ മകളെ കല്യാണം കഴിക്കാം, എളാപ്പാന്റെ മകളെ കല്യാണം കഴിക്കാം. ഇത് മൂത്താപ്പാന്റെ മകളല്ല, നേരെ ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന, എന്നിട്ട് സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ച് അതിൽ 2-3 കുട്ടികളുണ്ട്. ഇതിനെപ്പറ്റി നമ്മൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ്, ഞാൻ ആദം നബിയുടെ ത്വരീഖത്താണ് സ്വീകരിച്ചിട്ടുള്ളത്. ആദം നബിയുടെ മക്കളിൽ ആദ്യം അങ്ങനെയല്ലോ, പിന്നെ അത് മനുഷ്യന്മാരെ തുടക്കല്ലേ, ഇത് തുടങ്ങി കിട്ടണ്ടേ. അതിനാണ് അവിടെ ആദം നബിക്ക് ഹവ്വാ ബീവിയിൽ ഓരോ പ്രസവത്തിൽ ഈ 2 കുട്ടികളായിരുന്നു. അപ്പോൾ ഒരു പ്രസവത്തിൽ ഒരു ആൺകുട്ടി ഉണ്ടാവും, ഒരു പെൺകുട്ടി ഉണ്ടാവും. അടുത്ത പ്രസവത്തിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടി ഉണ്ടാവും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിക്കലാണ്. അത് ആദ്യ ഘട്ടത്തിൽ അങ്ങനെയാണ്. ഞാൻ ആ മദ്ഹബാണ് സ്വീകരിക്കേണ്ടത്. നമ്മൾ 4 മദ്ഹബ് കേട്ടുകളില്ല. അയാൾ കുറെ അപ്പുറത്തേക്ക് പിടിക്കണം, ഞാൻ അപ്പുറത്തേക്ക് ഒരു തരീഖത്തില്ലല്ലോ. ഇങ്ങനെയൊക്കെ കുറെ ആൾക്കാരുണ്ട്. നമ്മളെ ഇവിടെ ഒന്നിനൊരാൾ, പിന്നെ അയാൾ പറഞ്ഞത് ഷെയ്ഖ് ജിബ്രീലാണെന്നായിരുന്നു. അയാളെ പേരെന്നെ ജിബ്രീൽ തന്നെ. അത് മഹാനായ ചെറുശ്ശേരി ഉസ്താദ് ഇങ്ങനെ പറയണ, ഒരു ഉസ്താദിൻ്റെ അടുത്തുള്ളൊരു കിതാബിൽ ഉണ്ടാകുന്ന സംഭവം നമ്മളെ കേരളത്തിൽ വന്നായിരുന്നു. അങ്ങനെ ഇയാൾ വെറും സാമ്പത്തിക തരികിടയാണെന്ന് മനസ്സിലായപ്പോൾ, ഭയങ്കര തട്ടിപ്പാണെന്ന് മനസ്സിലായപ്പോൾ അയാളൊപ്പം ഇത് അറിയാൻ വേണ്ടി മുരീദാന്ന് പറഞ്ഞ് കൂടിയ ആള് പറഞ്ഞത്രേ, നിങ്ങൾക്ക് നിങ്ങളെ പേരൊന്ന് മാറ്റിക്കൂടെ ചോദിച്ചു. തട്ടിപ്പാണല്ലോ, അപ്പൊ നിങ്ങൾക്ക് പേരൊന്ന് മാറ്റിക്കൂടെ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞെന്താ അറിയാം, ജിബിരി എന്നുള്ള പേരായിട്ടുണ്ട്, ഷെയ്ഖ് ജിബിരിയിലാണ്. അപ്പോൾ അയാൾ പറഞ്ഞെന്താ വെച്ചാൽ, ഞാൻ എൻ്റെ ഉപജീവനത്തിന് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്കിത് മനസ്സിലായി എന്നുള്ള നിങ്ങൾ വേറുള്ളവരോട് പറയരുത്. നിങ്ങൾ വേണമെങ്കിൽ അടുത്ത മഹലിൽ ഷെയ്ഖ് മീക്കായിൽ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചോളൂ. ഞാൻ ആ ഏരിയക്ക് ഞാൻ വരൂല, മീൻകാർക്ക് കട്ട ഒരു ഏരിയ അതല്ല, നിങ്ങൾ അത് ഓലെടുത്തുനിന്ന് ആ ഏരിയയിലുള്ളവർ വാങ്ങുള്ളൂ. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്നമാർക്ക് അങ്ങനെ കണ്ട് എല്ലാം അങ്ങനായി. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ശ്രദ്ധിച്ചു, നമ്മളെ പള്ളിക്ക് ആ ഫുതുബക്ക് എന്നാണ്, അതിലൊരു താത്ത വന്ന് ഇറങ്ങുന്നുണ്ട് ഓട്ടോറിക്ഷയിൽ. ആ താത്ത വന്ന് ഇറങ്ങിയാണ്ട്, അപ്പോൾ തിരുവനന്താട്ടോ, തിരുവനന്താണ്.
വന്നുകാണ്ട് അതിൻ്റെ കയ്യിലൊരു കീസുണ്ട്. ആ കീസിൽ നിന്ന് ഒരു ചെറിയ നല്ല ചൊറുക്കുള്ളൊരു ബക്കറ്റും ആ സ്കാനറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. എന്താ പിരിവാറ് ഞങ്ങൾ സ്കാനറൊക്കെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ പൈസ എടുത്തിട്ടില്ല എന്ന് പറയണ്ട, ഇങ്ങോട്ട് അടിച്ചുകൂടിയെന്ന് പറയാനേ ഹൈടെക് പിരിവാണ്. അപ്പം ഞാനിത് രസകരമായ രൂപത്തിൽ ഈ കാലം മാറിയത് എൻ്റെ ഒരു പണ്ഡിത സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ ഇന്നലെ രാത്രി ആ പണ്ഡിത സുഹൃത്ത് പറയാണ്, ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ ഒരു പെണ്ണ് കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. അപ്പോൾ ആ പെണ്ണ് മഹേന്ദ്രപുരിയിൽ നിന്ന് വള്ളടിച്ച് കാണ്ട് വീണടഞ്ഞെന്ന് പറഞ്ഞു. അതാണ് പിന്നെ പുറത്തിട്ട് കാണ്ട് വന്നു കണ്ട് എന്തുണ്ട് പള്ളിക്ക് പിരിവിനാണ് കരുതിക്കോളിട്ടോ. പിരിവിന് വരുമ്പോഴേ ചാടി വേണ്ട. നമ്മൾ ഈ പർദ്യം മഫ്തിയും കഴിയും. ഇത് ഈ വെള്ളിയാഴ്ച ഉണ്ടായതാ ഈ രണ്ട് സംഭവം. മറ്റേത് ഏതെനിക്കറിയില്ല. സ്കാനറൊക്കെ വെച്ച് വന്നു. അതിൻ്റെ പിന്നിൽ എന്തായിരുന്നൊരു മാഫിയ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഇതൊക്കെ ഒരു ഏരിയക്ക് പറഞ്ഞു വിടുകയാണ്. ആ അഡ്രസ്സ് ഇല്ലാത്തിനൊന്നും നമ്മൾ വിരിച്ചാൽ നിൽക്കരുത്. ഇതൊക്കെ വഴിമാറിപ്പോ. അഡ്രസ്സുള്ള വിരിച്ചാൽ മതി. അഡ്രസ്സുള്ള തന്നെ നമ്മൾ നല്ല നോക്കണം. എന്നോ നടന്ന കിഡ്നി പേഷ്യൻറ്റിൻ്റെ രോഗിക്ക് പിന്നെയും വിരിച്ചു. ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്ത് വൃത്തികെട്ട മാർഗം സ്വീകരിക്കും പൈസ കിട്ടാൻ. അപ്പം ഈ പർദ്യം മഫ്തിയായിട്ട് വരുമ്പോൾ എല്ലാം ശ്രദ്ധിച്ചോളി കേട്ടോ, എല്ലാം ശ്രദ്ധിച്ചോളി. നമ്മൾ വെറും പൊട്ടന്മാരാവുക, വെറും പൊട്ടന്മാരാവും. ഇതിപ്പോൾ ഈ ആഴ്ച കള്ളുടിച്ച് വീടെടുക്കട്ടെ കണ്ടുകണ് പിടിച്ചു. പിന്നെ പിടിച്ചു, അത് കണ്ട ആൾക്കാർ വന്ന് പിടിച്ചു. ഒരു പെണ്ണല്ല എന്താ പറയാ, തടി താത്തി അങ്ങനെ നിന്നു. നിങ്ങളെല്ലാം അവിടെ കുടിച്ച് വീണവിടെ നീ ചോദിച്ചപ്പോൾ നിഷേധിച്ചില്ല. അപ്പോൾ അങ്ങനത്തെ കാലമാണ്. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ വെച്ചാലേ, അപ്പോൾ നോക്കി നിങ്ങൾ പണം ഉണ്ടാക്കാൻ ഏത് മാർഗവും സ്വീകരിക്കും. അയിപ്പെട്ട മാർഗങ്ങളാണ്. അപ്പോൾ സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ച് അതും ദീനിന്റെ പേരിലാണ് ഓലും എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ജിന്ന് മഹളറാറിയാന്നാൾ പറഞ്ഞില്ല, ഒന്ന് തുടങ്ങിയാണ്. ഇപ്പോൾ എന്താ അയക്കെന്തോ വേറെന്തോ പരിപാടിയാണ്. അത് പൊളിഞ്ഞപ്പോൾ ദീക്ക് വന്നാണ് പറഞ്ഞു. ഒന്ന് നോക്കുക ഏതൊക്കെ കാറ്ററിങ്ങിന്റെ പരിപാടി പൊട്ടിയപ്പോളേ ഗ്യാസ് ഇട്ടേറ്റേ കയറും. അപ്പം എന്നാൽ ഈ ഗ്യാസിന്റെ പ്രശ്നങ്ങളല്ല ഒക്കെ വരും. അപ്പൊ അതിന്റെ പിന്നാലെ പോകണ്ട, നല്ലോണം ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ നോക്കൂ, അഹവാത്തുക്കും, പിന്നെ സ്വന്തം പെങ്ങന്മാര് നോക്കൂ, സഹോദരിമാര് നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. വഅമ്മാതുക്കും, നിങ്ങളുടെ പിതൃ സഹോദരിമാരും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. പിതൃ സഹോദരിമാര് വാപ്പാന്റെ പെങ്ങന്മാര്, അമ്മായി നമ്മൾ പറയല്ലോ. അമ്മോന്റെ പെണ്ണുങ്ങളല്ല കേട്ടോ, അവിടെ അമ്മായി ഏത് ചെല്ലും നമ്മള്. അത് കാണാൻ പറ്റില്ല. അമ്മോന്റെ പെണ്ണുങ്ങൾ അതിനൊക്കെ ഒരു ഇതുണ്ട്. ഇപ്പാന്റെ പെങ്ങളെ അറിയുന്നുണ്ട്. രണ്ടും അമ്മായി എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പാന്റെ പെങ്ങളെ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. അമ്മായിന്റെ കുട്ടീനെ പറ്റൂ കേട്ടോ. അതാണ് പണ്ട് അമ്മായിന്റെ കുട്ടീന്റെ കല്യാണം കഴിച്ച ഒരാൾ കുടുങ്ങിയല്ലോ. അമ്മായിന്റെ കുട്ടീനെ എൻ്റെ പാട്ടന്നെ പണ്ട് അല്ലേ, മുറ്റടിച്ചാത്തതും പല്ലേക്കാത്തതൊക്കെ പറയല്ലോ. ഉമ്മാന്റെ അഞ്ചത്തിന്റെ കുട്ടികളെ പോലെ തന്നെ. അത് കുഴപ്പമില്ല. പക്ഷെ അങ്ങനത്തെ അടുത്ത കുടുംബത്തിൽ നിന്ന് കെട്ടാക്കാന്നല്ല, അതിന് കുറെ കാരണങ്ങളുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഇവിടെ പറയുന്ന ഉപ്പാന്റെ പിതാവിന്റെ സഹോദരിമാർ, അവർ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. വഹാലാത്തുക്കും, അള്ളാഹു പറയാണ്, നിങ്ങൾ അതുപോലെ തന്നെ മാതൃ സഹോദരിമാര്, അതായത് ഉമ്മാന്റെ അനിയത്തിമാര്, ജ്യേഷ്ഠത്തിമാര്. നമ്മൾ പലയിടത്തും പല മാർക്കാ പറയാം. ചിലയിടത്ത് ഇളയന്മാര്, ചിലർക്ക് കുഞ്ഞാമാര്, പല രൂപത്തിലും പറയലുണ്ട്. എന്തായിരുന്നാലും ഉദ്ദേശം അവരാണ്. പിന്നെ മറ്റൊന്നെന്താ നമുക്ക് നിഷിദ്ധമാക്കപ്പെട്ടത്, വബനാത്തുല്ലഹി, സഹോദരങ്ങളുടെ പെൺകുട്ടികൾ. നമ്മുടെ ജ്യേഷ്ഠന്മാരുടെ പെൺകുട്ടികൾ, അത് ഞാൻ നേരത്തെ പറഞ്ഞത് മകളാണ്. നമ്മളെ നേരെ മകളെ പോലെ തന്നെയാണ് ജ്യേഷ്ഠന്മാരുടെയും മക്കൾ. അതും നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. വബനാത്തുല്ലുഖ്തി, സഹോദരിയുടെ പെൺമക്കള്. നമ്മളെ പെങ്ങന്മാരെ പെൺകുട്ടികൾ അത് നമുക്ക് കേട്ടാൻ പറ്റൂല. ഇനി അടുത്ത് നോക്കൂ, ഉമ്മഹാത്തുകുമുല്ലാത്തി അർളഅനകും, നിങ്ങൾക്ക് മുലപ്പാല് തന്ന പെണ്ണുങ്ങളും ഉമ്മമാരും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. അത് പിന്നെ ഓനക്ക് മാത്രമേ ബാധകമാവുള്ളൂ. എനിക്കിപ്പോ ഒരു സ്ത്രീ ചെറുപ്പത്തിൽ 2 വയസ്സ് തികയുന്നതിന് മുമ്പ് 5 തവണ മുലപ്പാല് തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ സ്ത്രീ ആരാണ്? ഉമ്മാന്റെ സ്ഥാനത്താണ്. എന്റെ ജ്യേഷ്ഠനോ എന്റെ അഞ്ചനോ അത് ബാധകല്ല, ഓൽക്കത് ബാധകല്ല. അത് മുല കുടിച്ച ആൾക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് ബാധകമാവുള്ളൂ. അത് ഉമ്മാന്റെ സ്ഥാനത്ത് തന്നെയാണ്. പക്ഷെ ഈ നിബന്ധന എന്താ? 5 വട്ടം വേണം കേട്ടോ. 5 വട്ടം അങ്ങനെ ആയാലേ എന്ത് ചെയ്യുള്ളൂ, ആവുള്ളൂ. 5 പ്രാവശ്യം മുല കുടിച്ചാലാണ്, അതും 2 വയസ്സാകുന്നതിന് മുമ്പ് മുല കുടിച്ചാലാണ് മുലകുടി ബന്ധം സ്ഥിരപ്പെടുക.
പിന്നെ പറയുന്നത് വ അഖവാതുകും മിനർ റളാഅ, മുലകുടി ബന്ധത്തിനാലുള്ള പെങ്ങന്മാരും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരാൾക്ക് ഒരു സ്ത്രീ മുല കൊടുത്താൽ ആ സ്ത്രീ അവനിക്ക് ഉമ്മാന്റെ സ്ഥാനത്ത് വരുമ്പോൾ ആ ഉമ്മാന്റെ പെൺമക്കള് ഇവനിക്ക് ആരേക്കാരം പെങ്ങന്മാരുടെ സ്ഥാനത്താണ്. കല്യാണം കഴിക്കാൻ പറ്റൂല, തൊട്ടാവുള്ളൂ മുറിയിലാന്നർത്ഥം. പിന്നെ പറയുന്നതോ വ ഉമ്മഹാതു നിസാഇകും, അതുപോലെ വ ഉമ്മഹാതു നിസാഇകും, നിങ്ങളുടെ ഭാര്യമാരുടെ ഉമ്മമാരും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. അതൊക്കെ ശാശ്വതമായി നിഷിദ്ധമാക്കപ്പെട്ടു. ഭാര്യമാരുടെ ഉമ്മമാര് പറഞ്ഞാൽ അമ്മായിമ്മമാര്. അമ്മായിമ്മ നമുക്ക് നിഷിദ്ധമായി. പെണ്ണുങ്ങളെ കാര്യം തീർത്താൽ അമ്മായിമാരാണ്. അമ്മായിമ്മ ഒരാളവന്റെ ഭാര്യനെ കാര്യം തീർത്ത് ഇനി ഓളെ കാണാൻ പറ്റില്ല, പിന്നെ അത് പോയി. പക്ഷെ ഓളമ്മ കാണാൻ പറ്റും. കാരണം എന്താ, അത് കാലാകാലം ആരെന്നെയാണ് അമ്മായിമ്മ നിഷിദ്ധായി അമ്മാന്റെ സ്ഥാനത്താണ്. വ ഉമ്മഹാതു നിസാഇകും, നിങ്ങളുടെ ഭാര്യമാരുടെ മാതാക്കൾ അതും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ വറബാഇബുകുമുല്ലാതി ഫീ ഹുജൂരികും മിൻ നിസാഇകും, നിങ്ങളെ ഭാര്യമാർക്കുള്ള നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള പെൺകുട്ടികൾ അതും നിങ്ങൾക്ക് നിഷിദ്ധാണ്. മനസ്സിലായോ? ഒരാൾ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു, ആ പെണ്ണിന് മറ്റൊരു ഭർത്താവിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാകാലോ. ഭാര്യമാര് മരിച്ച ചില ആളുകൾ പിന്നെ കല്യാണം കഴിക്കുമ്പോൾ ആ പെണ്ണിന്റെ ഭർത്താവ് മരിച്ചേകാരം അതിന് ചിലപ്പോൾ വേറെ പെൺകുട്ടികളുണ്ടാവും. ഇനി ആ പെൺകുട്ടികൾ ഇവനും എങ്ങനെയാണെന്നാണ് സ്വാഭാവികമായിട്ടും ഒരാൾ അങ്ങനെ ഒരു കല്യാണം കഴിക്കുമ്പോൾ, ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോൾ ആ പെണ്ണിന് വേറെ കുട്ടി നിലവിലുള്ളതാണെങ്കിൽ ഇവന്റെ സംരക്ഷണത്തിൽ വരുന്നത് കൊണ്ടാണ് വറബാഇബുകുമുല്ലാതി ഫീ ഹുജൂരികും എന്ന് പറഞ്ഞത്. നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള, കസ്റ്റഡിയിലുള്ള എന്ന് പറയാൻ കാരണം. ഇനി അങ്ങനെ ഒരാൾ കല്യാണം കഴിച്ചു, ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു, ആ പെണ്ണിനൊരു പെൺകുട്ടി ഉണ്ട്. ആ പെൺകുട്ടിന്റെ ഉപ്പാന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. കുട്ടികളോ ഈ പെണ്ണിന് വിട്ടുകൊടുത്തിട്ടില്ല. എന്നാൽ പോലും ഇവനിക്ക് മസലം ഇങ്ങനെ തന്നെ സാധാരണ അത് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോൾ ആ പെണ്ണിന്റെ കുട്ടികളെയും കൂടി നമ്മൾ തന്നെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പ്രയോഗിക്കാൻ കാരണം. പക്ഷെ അവിടെ അത് നിഷിദ്ധമാകണ നിബന്ധന ഉണ്ട്. എന്താ? അല്ലാത്തി ദഖൽതും ബിഹിൻ, അങ്ങനെ നിങ്ങൾ കല്യാണം കഴിച്ച ആ പെണ്ണുങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെട്ടാൽ മാത്രമേ അവരുടെ പെൺമക്കളെ നിഷിദ്ധമാകുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ഒരാള് ഒരു കല്യാണം കഴിച്ചു, ആ പെണ്ണിന് വേറൊരു പെൺകുട്ടി ഉണ്ട്. അങ്ങനെ നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളൂ, ഒരു തമ്മിൽ ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. അതിന്റെ മുമ്പ് തന്നെ എന്ത് ചെയ്തു? തീർത്തു. എന്നാ ഇനി ആ പെൺകുട്ടിനെ ഇയാൾക്ക് വേണമെങ്കിൽ കല്യാണം കഴിക്കാം. കാരണം എന്താ? ഒരു ബന്ധപ്പെടാത്തതുകൊണ്ട്. നേരെ മറിച്ച് ബന്ധപ്പെട്ടിരുന്നെങ്കിൽ ആ പെൺകുട്ടിനെ അവർ തീരെ കണ്ടിട്ടില്ല എന്ന് കൂട്ടിക്കോളും. എന്നാൽ പോലും ഈ പെണ്ണിനെ ഇനി ബന്ധപ്പെട്ടതിന് ശേഷം തലാഖ് അല്ലാണെങ്കിലും ആ പെൺകുട്ടിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? കല്യാണം കഴിക്കാൻ പറ്റില്ല. നിഷിദ്ധായി. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ നോക്കൂ, വീണ്ടും അല്ലാഹു തആല പറയാണ് വറബാഇബുകുമുല്ലാതി ഫീ ഹുജൂരികും മിൻ നിസാഇകുമുല്ലാതി ദഖൽതും ബിഹിൻ, അവരുമായി നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങളുടെ ആ ഭാര്യമാരുടെ ആ പെൺകുട്ടികളെയും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഫഇല്ലം തകൂനൂ ദഖൽതും ബിഹിൻ ഫലാ ജുനാഹ അലൈക്കും, ഇനി അങ്ങനെ നിങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്കെന്തില്ല, കുറ്റകരമല്ല. അപ്പൊ ഇത് ഒഴിവാക്കിയിട്ട് ആ പെണ്ണിനെ വേണമെങ്കിൽ ചിലപ്പോൾ കുറഞ്ഞ വയസ്സിന്റെ വ്യത്യാസമൊക്കെ ആണെങ്കിൽ ആ വിവാഹം തന്നെ ചിലപ്പോൾ അതിന് വേണ്ടിയൊക്കെ ആവാൻ ചിലപ്പോൾ കുഴപ്പമില്ല. വഹലാഇലു അബ്നാഇകും, നിങ്ങളെ ആൺകുട്ടികളുടെ ഭാര്യമാരും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. മരോളെ പറ്റിയാ പറയുന്നത്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് അവന്റെ മകന്റെ ഭാര്യമാരങ്ങനെയാണ് നിഷിദ്ധമാക്കപ്പെട്ടത്. അത് അങ്ങനെ പ്രായോഗികമാവുകയും ചെയ്യുള്ളല്ലോ അല്ലേ? കാരണം എന്താ, മകന്റെ ഭാര്യമാരൊക്കെ തന്നെ കരാ വീട്ടിലുണ്ടാകുക, അങ്ങനെയുള്ളതിൻ്റെ സിസ്റ്റം വരിക. അവരേക്കാരം പിന്നെ വാപ്പാരൊക്കെ നോക്കുന്നത്. അങ്ങനെയുള്ളോ നല്ല മരക്കള് ഒരിക്കലും അതിന്റെ അമ്മോഷനാണെന്ന് പറയില്ല, വാപ്പേണെന്നേ പറയുള്ളൂ.
ഇവിടുത്തപ്പ മറ്റേ അവിടുത്തപ്പ അത് രസാ കേൾക്കാൻ. ഒന്ന് ഇവിടുത്തപ്പ. ചില വാപ്പാർക്ക് അത് അത്ര ഇഷ്ടപ്പെടൂല. 20 കൊല്ലം നോക്കുക വളർത്തിയാണ്ടിപ്പോ ഇന്നലെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇതിന് വാപ്പയിക്കണ ഓൾക്കുന്നത് അറിയണ്ട. ഇവിടെ നമ്മളെ വീട്ടിൽ വരുന്നുണ്ടാവുമല്ലോ പെൺകുട്ടികള്. നമ്മളെ വീട്ടിൽ വരുന്നില്ല പെൺകുട്ടികള്. അത് പെൺകുട്ടികൾ തന്നെയല്ലേ, അവർ നമ്മളെ വാപ്പാന്ന് വെച്ചിട്ടെ. അതിനൊക്കെ എന്നെ എങ്ങനെ ഇതാക്കിയത്. മാത്രല്ല അങ്ങനെ നമ്മൾ പ്രായമാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവുമ്പോ അവർക്ക് ഹിദ്മ വേണ്ടി വരും, പരിപാലനം വേണ്ടി വരും. ഇന്നിപ്പോ അതൊക്കെ മടിക്കുകയാണല്ലേ. നോക്കി നിങ്ങൾ അതിനൊക്കെ വളർന്നു വരുന്നവർക്ക് അതിനൊക്കെ മടി. അതുകൊണ്ട് ആ സന്തോഷമൊക്കെ പോയി. മൊത്തത്തിൽ വേണ്ട സംഗതികൾ കുടുംബത്തിൽ പോലും ഇല്ലാതാകാം. അൽ മുസ്ലിമു ലിൽ മുസ്ലിമി കൽ ബുൻയാൻ യശുദ്ദു ബഅ്ളുഹു ബഅ്ളാ. ഈ വിഷയം പറഞ്ഞിട്ട് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇസ്മായിൽ ഹഖ് റളിയല്ലാഹു അൻഹു ഈ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. എന്തിനാ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പരത്തി പറയുന്നത്? അതിലൊക്കെ ഒരുപാട് ഹിക്മത്തുണ്ട്. അൽ മുസ്ലിമു ലിൽ മുസ്ലിമി കൽ ബുൻയാൻ. ഒരു മുസ്ലിമ് മറ്റൊരു മുസ്ലിമിന് ഒരു എടുപ്പ് പോലെയാണ്, ഒരു കെട്ടിടത്തിന്റെ ചുമർ പോലെ. യശുദ്ദു ബഅ്ളുഹു ബഅ്ളാ. ചിലതിന് ശക്തി പകരുന്നതാണ്. ഇഷ്ടികകൾ ഇങ്ങനെ വെക്കുമ്പോൾ കോർത്തിട്ട് പോവാണ്. ആ കോർത്തിട്ട് പോകുന്നതിന് പിടുത്തുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അത് ഒരു ഇഷ്ടിക വിഘടിക്കാൻ നിന്നാൽ ബുദ്ധിമുട്ടാണ്, ഇടിഞ്ഞു വീണും. അങ്ങനെ ഓരോന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ പോയാൽ എന്നതുപോലെയാണ് നമ്മൾ. മൊത്തത്തിൽ അങ്ങനെയാണ് വേണ്ടതെന്നാണ്. അപ്പൊ ഇന്നൊരു കുടുംബത്തിൽ എത്രമാത്രം ഭദ്രത വേണം. അതിപ്പോ ഇന്ന് കല്യാണം അന്വേഷിക്കുമ്പോ തന്നെ ചോദിക്കാണ് വയസ്സായാലും വരെയുണ്ടോ. അങ്ങനെയാണെങ്കിൽ അത് വേണ്ടെന്നാണ്. പക്ഷെ നമുക്കും വയസ്സാകും എന്നുള്ളത് ഒരു മനസ്സിലാക്കണില്ല, ചിന്തിക്കണില്ല. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചാൽ എത്ര പ്രശ്നങ്ങൾ ഒഴിവാകുന്ന ഞങ്ങൾ ഈ കല്യാണത്തിനുള്ള കൂത്താട്ടൊക്കെ. ഇപ്പോൾ ഇന്നലെ രാത്രി ഒരാൾ വിളിച്ചു പറഞ്ഞു 4 ദിവസം മുമ്പായിരുന്നു നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളൂ, കൂട്ടി കൊണ്ടുപോയിട്ടില്ല. ഇന്നലെ ആ സഹോദരന് നിക്കാഹ് കഴിഞ്ഞാലേ തൻ്റെ പെണ്ണാണല്ലോ. ആ പെണ്ണിന്റെ വീട്ടിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് മോട്ടോർ സൈക്കിൾ ഒരു കാറുമായിട്ട് ഇടിച്ച് ഈ തോല് പോകാൻ ബാക്കി എവിടെയില്ല. പൊട്ടലൊന്നും ഇല്ലെങ്കിലും ആകണം തോല് പോയി. അതിനതെ ഈ പിന്നെ ഡാറിട്ട റോഡിലെ വഴുതി കഴിഞ്ഞാൽ ഭയങ്കര വേദനയൊക്കെയാണ് തോല് പോയത്. വല്ലാത്തൊരു ഇടങ്ങേറിലാണ്, വല്ലാത്തൊരു പ്രയാസത്തില, കാണാൻ വയ്യ. അതാണ് നമ്മളെപ്പോഴും പറയേണ്ടത്. എന്താ പറയുക, നിക്കാഹ് കാര്യങ്ങളൊക്കെ ചിലർ കാട്ടിക്കൂട്ടണുണ്ടല്ലോ. എത്ര നമ്മൾ പറഞ്ഞെടുത്താലും നമ്മൾ പോയതിൻ്റെ ശേഷം നൈസായിട്ടാണ് തുടങ്ങും പരിപാടി. വേണ്ട ഒരു തോന്നിയാസങ്ങൾ കാണിക്കുക, സർവ പരിധിയും വിട്ടിട്ട് എല്ലാ സന്തോഷം തക്കാരും കാര്യങ്ങളും ടൂറും ഒക്കെ മുടക്കാൻ എത്ര പെട്ടെന്നുണ്ട് പഠിച്ചത്. ഇത് കാറ് ഇടിച്ചിട്ടില്ല, കാറ് ഒന്ന് അപ്പത്തിന് നേരതി വീണ് വന്നിട്ട് തെറിച്ചു പോയി. കുറച്ച് മതി ഞാൻ പറഞ്ഞു. ഹെൽമെറ്റ് ഉണ്ടായതുകൊണ്ട് തല കിട്ടി. നമ്മൾ ചിന്തിക്കുന്നില്ല. അങ്ങനെ ഓരോ കാര്യവും നമ്മൾ ചിന്തിച്ചാൽ വളരെ വേഗത്തിലുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. സന്തോഷം ഉണ്ടാകണം എന്നാണ്. അപ്പോൾ അന്ന് വളർന്നു വരുന്നവർക്കാണ് ഒരുപാട് ഡിമാൻഡുകൾ വെച്ചിട്ടൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത് കല്യാണം. പരമാവധി വയസ്സായ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ പിന്നെ അവർ പഠനത്തിന്റെ പേരിലും മറ്റും ഈ മാതാപിതാക്കൾ മരിക്കുന്നത് വരെ അവർക്കണ്ട് വരാൻ പറ്റാത്ത പഠനത്തിരക്കൊക്കെ അഭിനയിച്ച് സ്ഥാപനത്തിന്റെ അടുത്ത് തന്നെ റൂം എടുത്ത് രണ്ടാളും കൂടി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വാടക കൂടുതലായി. അനുഭവമാണ്. അല്ലെങ്കിൽ വാടക ഒരു പ്രശ്നമില്ല. മരിച്ചൊക്കെ കഴിഞ്ഞ് പെരണ കാലിയായാൽ പിന്നെ ഒലൊറ്റക്കായല്ലോ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ വാടകന്റെ പ്രശ്നമില്ല. അവർക്കൊക്കെ വലിയ പണി. ഇപ്പോൾ ഉമ്മാക്ക് 70-ലാണ് അല്ലെങ്കിൽ വാപ്പാക്ക് 75-ലാണ് ഇതുപോലെ കാട്ടിച്ചെന്നുണ്ടെങ്കിൽ ഓൽക്കൊരു 45 ആകുമ്പോഴേക്കും ഓരോ മക്കൾ ശരിയാക്കലോടും താവഴിയായിട്ട്. സന്തോഷം കാര്യങ്ങളൊക്കെ പോയല്ലോ. അവനാന്റെ കാര്യം എന്നതിലേക്ക് തന്നെ ചുരുങ്ങി വരികയാണ്. നമ്മൾ പരമാവധി പ്രബോധനം ചെയ്ത് നേരം മറച്ചാൻ കളശ്രമം നടത്തണം. പക്ഷെ ഭൗതികമായിട്ട് സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കിട്ടുന്ന പുറത്തുനിന്ന് കിട്ടുന്ന മോട്ടിവേഷൻ നേരെ തിരിച്ചാണ്. ഒറ്റക്കാലിൽ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ വിട്ടുകൊടുക്കൊന്നും വേണ്ട എന്നുള്ള ആൾക്ക് നമ്മളെ ലൈഫാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒരു കാലത്തുമ്പോൾ ഇതിനൊക്കെ നമ്മൾ ഖേദിക്കുന്ന സമയം വരും. അപ്പൊ ഇസ്ലാമിൽ ഇത്തരത്തിലുള്ള നിയമങ്ങൾ വരാനുള്ള കാരണമാണ് പറഞ്ഞത്. ഇനി നോക്കൂ, വീണ്ടും അല്ലാഹു പറയാണ്
അപ്പോൾ വഹലായിലു അബ്നായികുമുല്ലദീന മിൻ അസ്ലാബികും, നിങ്ങളുടെ സ്വന്തം മക്കളുടെ ഭാര്യമാര്, സ്വന്തം മക്കളുടെ ഭാര്യമാര് നിങ്ങൾക്ക് എന്താണ്? ആ സ്വന്തം മക്കളുടെ എന്ന് പറയാൻ കാരണം എന്താ അറിയോ? ദത്തുപുത്രന്മാർ അതിൽ പെടൂലെന്ന് അറിയിക്കാണ്. മനസ്സിലായില്ലേ? സ്വന്തം മക്കളുടെ, അതാണ് മീൻ അസുലാബിക്കും എന്ന് പറഞ്ഞത്, നിങ്ങളെ സുൽബെന്ന് മുതുകുന്ന് വന്നതെന്നുള്ള അർത്ഥത്തിലാണ്. നിങ്ങളെ സ്വന്തം മക്കളുടെ ഭാര്യമാര് നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. അതേ സമയത്ത് വളർത്തുപുത്രന്മാർ അങ്ങനല്ല. അതിൽ അനന്തരം അങ്ങനെ തന്നെയല്ല, ഉൽക്കാനന്തരല്ലോ. വളർത്താൻ വേണ്ടി ഒരു കുട്ടിയെ നോക്കി വളർത്തി നേരിട്ട് ആ കുട്ടിക്ക് പ്രായപൂർത്തിയും പക്വത എത്തുമ്പോൾ നോക്കി നേരിട്ട് ആ വീട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളെയും കാണാനുള്ള വകുപ്പ് യഥാർത്ഥത്തിൽ ഇസ്ലാം നൽകണില്ല. നമുക്ക് മനഃശാസ്ത്രപരമായിട്ട് ചിന്തിച്ചാൽ തന്നെ അറിയാം, അതുകൊണ്ട് ഒരുപാട് കുഴപ്പങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി ഒരു പ്രധാന ഒരു പോയിന്റ് കേട്ടോട്ട്, ഇത് എന്നോട് പല ആൾക്കാരും ചോദിക്കേണ്ടതാണ്, അവർക്കൊക്കെ സംശയമുള്ള. നോക്കൂ, നിങ്ങൾ പിന്നെ രണ്ട് സഹോദരിമാർക്ക് ഇടയിൽ ഒരുമിച്ച് കൂട്ടലും നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. രണ്ട് സഹോദരിമാർക്കിടയിൽ നിങ്ങൾ ഒരുമിച്ച് കൂട്ടരുത്. അതായത് ഒരാൾ പെണ്ണാണം പോയി, പെണ്ണാണം പോയപ്പോ അവിടെ ഇരട്ടകളാണ്. കെട്ടിക്കോളി, ഉദാഹരണം ഇരട്ടകളാണ്. ഓമർ ഞാൻ രണ്ടും കെട്ടിക്കോളാം. ഓൻ കുറച്ച് ഉഷാറായതാണ്, പ്രശ്നമല്ല, എനിക്ക് പഠിച്ച സ്വത്തൊക്കെ തന്നിട്ടുണ്ട്, ഞാൻ രണ്ടാളെയും നല്ലോണം നോക്കിക്കോളാം. അത് പറ്റില്ല. ഇനി ഇരട്ടകളാണെന്നില്ല, ജ്യേഷ്ഠത്തി അനിയത്തിയാണ്. ഓൻ അനിയത്തിനെ കെട്ടാനാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ജ്യേഷ്ഠത്തിനെ കല്യാണം കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞു ഞാൻ രണ്ടാളെയും കെട്ടിക്കൊള്ളാം. ആ കുട്ടി വല്ലാത്തൊരു കുട്ടിയാട്ടോ അറിയും ചിലപ്പോ. അല്ല, അത് പറ്റൂല. അതെന്ന് മാത്രല്ല കേട്ടോ, അതെന്ന് മാത്രല്ല, അവിടെ വേറെയും ചിലതൊക്കെ ഉണ്ട്. അതെങ്ങനെ, അതിനൊരു മാനദണ്ഡമുണ്ട്. ഒരാള് ഇപ്പൊ ജ്യേഷ്ഠത്തിനെയും അനുജത്തിനെയും ഒപ്പം കല്യാണം കഴിക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ വേറിട്ട് പറയാൻ കാരണം എന്താ പറയുക, അത് ശാശ്വതമല്ല. അതായത് ഒപ്പം പറ്റൂലെന്നേ ഉള്ളൂ. ഒരാളൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു, ആ പെണ്ണ് മരിച്ചു, ആ പെണ്ണിന്റെ സഹോദരിയെ കല്യാണം കഴിച്ചു, കുഴപ്പമില്ലല്ലോ. മറ്റോടത്ത് അങ്ങനെയല്ലല്ലോ. അമ്മായിമെന്നും അമ്മായിമേ, ശരിയല്ലേ? മരോളെന്നും മരോളാ. ഇതങ്ങനല്ല, ഇത് കാലാകാലല്ല. രണ്ടാളെയും കൂടി ഒരേ സമയത്ത് പറ്റൂലെന്ന്. അതിനി അത് മാത്രല്ല, വേറെയുണ്ട്. അതേതാ? അതായത് ഒരു പെണ്ണിനെയും ആ പെണ്ണിന്റെ അമ്മായിനെയും കൂടി ഒരാൾ കല്യാണം കഴിക്കാൻ പറ്റില്ല. 4 വരെ ആകാന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. ചിലപ്പോൾ ഓല അവിടെ എവിടെയൊക്കെ കിടക്കണ്ടേ കാരണം പെണ്ണ് ചിലപ്പോൾ മലപ്പുറത്തേക്കാരം, പെണ്ണിന്റെ അമ്മായി ഇപ്പാന്റെ പെങ്ങള് വയനാട്ടിലുമാണ്. രണ്ടാളെയാണ് കല്യാണം കഴിച്ചത്, പറ്റൂല. അത് പറ്റോ പറ്റില്ല എന്ന് നോക്കാൻ അതിൽ രണ്ടിലൊരാളെ ആണായിട്ട് സങ്കല്പിച്ചാൽ ഓല് വിവാഹം പറ്റുമോ നോക്കിയാൽ മതി. നമ്മളൊരു പെണ്ണിനെ കല്യാണം കഴിക്കുകയാണ്, പിന്നെ ഒരു കല്യാണം കഴിക്കണം കൂടി ഒരാൾ ഉദ്ദേശിച്ചു, ആ പെണ്ണിന്റെ അമ്മായിനെ കെട്ടി, അത് പറ്റില്ല. നമ്മളെ പെണ്ണുങ്ങൾ ഒരു ആണായിട്ട് സങ്കല്പിച്ചു നോക്കി. ആണായിട്ട് സങ്കല്പിച്ചാൽ ആ ആണിന് അമ്മായിനെ കെട്ടാൻ പറ്റുമോ? ഇല്ല, പറ്റില്ലല്ലോ. നമ്മളെ ഭാര്യനെ ഒരു ആണായിട്ട് സങ്കല്പിച്ചാൽ നമ്മൾ രണ്ടാമത് കെട്ടാൻ പോകുന്ന പെണ്ണ് ഈ ആണിനെ ആരേക്കാരം അമ്മായിയാണ്, ഉപ്പാന്റെ നേരെ പെങ്ങളല്ലേ. അതേപോലെ തന്നെ പെണ്ണിനും ഉപ്പാന്റെ പെങ്ങൾ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് രണ്ടാളി അതേപോലെ തന്നെയാണ്. അയാളെ അമ്മ മൂത്തമ്മയൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരു പെണ്ണിനും ആ പെണ്ണിന്റെ അമ്മാന്റെ അഞ്ചത്തിനെയും കൂടി കല്യാണം കഴിക്കാൻ പറ്റില്ല. ഒരേ സമയത്ത് പറ്റില്ല. ഒരേ സമയത്ത് ഭാര്യമാരായിട്ട് നിലനിർത്താൻ പറ്റില്ല. രണ്ടിലൊരാളെ, ഇനി അതിൽ മറ്റുള്ള പറ്റുമെന്നൊക്കെ നമുക്ക് സംശയം വരികയാണെങ്കിൽ രണ്ടിലൊരാളെ ആണായിട്ട് സങ്കല്പിച്ചാൽ പറ്റില്ല നോക്കിയാൽ മതി. വൈവാഹിക ബന്ധം ഹറാമാണോ നിഷിദ്ധമാണോ അല്ല എന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ അതിലും ഒരുപാട് ഹിക്മത്തുകൾ പടച്ചോൻ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇത് ഒരു കാലത്ത്, ജാഹിലിയ്യ കാലത്ത്, അറേബ്യയിൽ ഇസ്ലാം വരുന്നതിന് മുമ്പ് ഇതുണ്ടായിരുന്നു. അന്നൊന്നും ഒരു നിയമവും ഇല്ല, ആളുകൾ തോന്നിയതുപോലെ ജീവിക്കുകയാണ്. ഇപ്പൊ ആയത്തിറങ്ങാത്തോണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പോ ലെസ്ബിയൻ വിവാഹം നടന്നുകൊണ്ട് പെണ്ണും കേരളത്തിൽ നടന്നല്ലോ. എന്താ ഫിദെ നിതെ ഒക്കെ പറഞ്ഞിട്ട്, നൂറെ എന്നൊക്കെ പറഞ്ഞിട്ട് നടന്നല്ലോ. അപ്പോ ആയത്തിറങ്ങേണ്ട ടൈമായി. ഗേ വിഭാഗത്തില് വിവാഹം നടക്കുന്നുണ്ട്, ആണ് വിവാഹം.
അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കാലത്തും ഉണ്ട്. അതായത് ഞാൻ എപ്പോഴും കരുതി ഈ ജാഹിലിയത്ത് മറ്റു രൂപത്തിൽ തിരിച്ചു വരാ തോന്നിപ്പോ. അന്ധകാര യുഗം എന്നുള്ളത് മറ്റൊരു രൂപത്തിൽ ഇന്ന് തിരിച്ചു വരുന്നത് പോലെ നമുക്ക് തോന്നിപ്പോ. അപ്പൊ ഏതായിരുന്നാലും നോക്കൂ, അപ്പൊ അള്ളാഹു തആല പറയണം, അപ്പൊ മുമ്പ് ഇതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, ഈ നിയമം വന്നപ്പോ ഇല്ലാ മാ ഖദ് സലഫ്, മുമ്പ് കഴിഞ്ഞു പോയതൊഴികെ, മുമ്പ് കഴിഞ്ഞു പോയത് നിങ്ങൾ വിട്ടളി. അതിനിപ്പോ ഒന്നും അതിനെ പറ്റി എന്ത് ചെയ്യണ്ട, പറയണ്ട. ഏതുപോലെ പലിശയെ പറ്റി ആയത്തിറങ്ങിയപ്പോ പറഞ്ഞില്ലേ, മുമ്പ് നിങ്ങൾ കഴിഞ്ഞതൊക്കെ അത് പോട്ടെ, ഇനിയിപ്പോ അതിനെ പറ്റി ഒന്നും പറയണ്ട. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അത് പാടില്ല. അന്ന് ഒന്നും കൂടി പറഞ്ഞു, കടം കൊടുത്തിട്ട് ഇങ്ങോട്ട് കിട്ടാനുള്ളത് ഉണ്ടല്ലോ, പരീക്ഷ ഇനത്തിൽ അതിന് വാങ്ങരുത് എന്നും പറഞ്ഞു. എന്നതുപോലെ ഇതിന് ഇവിടുന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കുക. മുമ്പ് കഴിഞ്ഞത് അതിന്റെ വേര് തേടി പോയാൽ അതുകൊണ്ട് ഒരുപാട് ദുരന്തം ഉണ്ടാവും. ആ സാഹചര്യത്തിൽ പ്രശ്നങ്ങളുണ്ടാവും, തീരുമാനമാക്കാൻ ബുദ്ധിമുട്ടാവും. അത് ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവരും ആ കാര്യം ശ്രദ്ധിച്ചോളൂ. എന്നിട്ട് അവസാനം അല്ലാഹു പറയാണ്, ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമാ, തീർച്ചയായിട്ടും അല്ലാഹു തആല ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. ഇത് അല്ലാഹു തആല ഇടക്കിടക്ക് ഇങ്ങനെ പറയും. അല്ലാഹു തആല നല്ലോണം പൊറുക്കും. അവൻ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ തൗബയെ പറ്റി. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അറിയോ? ഈ വിഷയത്തിൽ മനുഷ്യരായ, അപ്പോൾ മലക്കുകൾക്ക് വിവാഹം കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് അവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമൂഹികമായ ജീവികളായതുകൊണ്ട് മാത്രമല്ല, അതിനോട് കെട്ടിപ്പണഞ്ഞ് കിടക്കുന്നൊരവസ്ഥയും ദേഹേച്ഛക്ക് അടിമപ്പെട്ട് ജീവിക്കാൻ പറ്റുന്നൊരു പരിസ്ഥിതിയിലാണ് പഠിച്ചവൻ നമ്മളെ പഠിച്ചത്. അപ്പൊ തെറ്റെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ അല്ലാഹു തആല ഗഫൂറാണ്, റഹീമാണ്. ഈ ഒരു കാര്യം കൂടി ഞാൻ ഉണർത്തുകയാണ്. ഇവിടെ ഈ ഗഫൂർ പറയുമ്പോൾ അതിന് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് പോകുന്നതാണ്, ഞാൻ ഒരു 10 മിനിറ്റ് കൂടിയും പറയാം. ഗഫൂർ എന്ന് പറയുമ്പോൾ ആ പൊറുക്കപ്പെടാൻ പടച്ച റബ്ബി നമുക്ക് ചില പ്രത്യേക സാഹചര്യങ്ങൾ തരുന്നത്. നമ്മൾ കോട്ടയാണ്, ഇപ്പോൾ ഈ UAE അതുപോലെ തന്നെ അങ്ങനെയുള്ള ചില രാജ്യങ്ങളിലൊക്കെ ഇടക്കിടക്കുണ്ട് അവരുടെ നാഷണൽ ഡേയുടെ ദിവസമൊക്കെ അവരുണ്ട് ഈ ജയിലിൽ നിന്നൊരു മോചിപ്പിക്കൽ, കാത് കേകാറ് കഴിച്ചിലായല്ലോ എന്ന് എഴുതിയിട്ട്. അത് ഒരു വലിയൊരു ആനുകൂല്യമാണത്. എന്നതുപോലെ നമുക്ക് വർഷത്തിലൊരിക്കൽ ഇങ്ങനെ ചില ആനുകൂല്യങ്ങളുണ്ട്. റമളാനിൽ നമുക്ക് കിട്ടും, ലൈലത്തുൽ ഖദറൊക്കെ ആയിട്ട്. അതുപോലെ അതിനെ തുടർന്ന് പിന്നെ അവസാന ചെറിയ പെരുന്നാളിന്റെ രാവ്, അതുപോലെ തന്നെ അറഫന്റെ രാവ്, അറഫന്റെ പകര്, ബലിപെരുന്നാളിന്റെ രാവ്, അതിന്റെ പകര്, അതൊക്കെ ഇപ്പോൾ കഴിഞ്ഞു പോകുന്നു കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിട്ടും, വലിയ കിട്ടലാണത്. സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഹൈപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ചിലപ്പോൾ ഉണ്ടല്ലോ ചില ഓഫറുകളൊക്കെ. പെണ്ണുങ്ങൾക്കൊക്കെ വലിയ സന്തോഷിക്കണം. പത്രം വന്നാൽ പത്രം വായിക്കൂല, ഇത് ആദ്യം നോക്കും, ഈ പരസ്യം ഉണ്ടോ. 350 തെറ്റിട്ടുക്കും, 200, 150 ആദായമുള്ള എന്നതുപോലെ നമുക്ക് ഇടക്കിടക്ക് വരും. അങ്ങനെ ഈ ആഴ്ച നമുക്ക് വരുന്നുണ്ട്. അടുത്ത വ്യാഴം വെള്ളി ഏതാണ്? 9ഉം 10ഉം ആഷൂറാവും താസുവാഴ. അപ്പൊ അത് നമ്മൾ ഒന്ന് നല്ലോണം എല്ലാവരും ഒന്ന് കണക്കിലെടുക്കുക. ഇപ്പൊ നല്ലൊരു ടൈമാണല്ലോ. വ്യാഴവും വെള്ളി ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നോമ്പനുഷ്ഠിക്കാം. പിന്നെ തറക്കല്ലാത്ത നോമ്പാണ്. അറഫ കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് ചാൻസ് ഉള്ള നോമ്പാണ് ഏത്? മഹത്തായ നോമ്പാണ് ആഷൂറ. നമ്മളോട് നബി തങ്ങൾ താസുവാഴും കൂടി നോൽക്കാൻ പറഞ്ഞു. അൽഹംദുലില്ലാഹ് നമ്മളിപ്പോ എവിടെ ഉള്ളത്? നമ്മളിപ്പോ ഉള്ളത് പിന്നെ മുഹറമിലാണ്. അൽഹംദുലില്ലാഹ് മുഹറമിലേക്ക് നമ്മൾ പ്രവേശിച്ചു. മുഹറമിലേക്ക് നമ്മൾ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ കൊല്ലം മാറി. 1447 കഴിഞ്ഞ് 48ലേക്ക് നമ്മൾ കയറി. 1448 കൊല്ലം മുമ്പാണ് നബി തങ്ങൾ ഹിജ്റ പോയത്. എത്ര ദിവസമായിരുന്നു എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോയിട്ട് ഇപ്പോൾ എത്ര ദിവസമായിരുന്നു? ഇന്നത്തേക്ക് എത്ര ദിവസമായിരുന്നു? അന്ന് കൂട്ടിയാക്കി കൂടുതൽ ഫയക്കോക്കാനാ. എത്ര? അള്ളാന്റെ തിരുദൂതര് മദീനയിലേക്ക് പലായനം ചെയ്തിട്ട് ഇന്നത്തേക്ക് എത്ര ദിവസമായി? ഇന്ന് കറക്റ്റ് പറയണമെന്നില്ല. ഈ മുഹറമിലേക്ക് എത്രയായി നോക്കിയാണ്?
അതെ 1447 കൊല്ലം കൂട്ടി. അത് കൊല്ലാണ്, ഞാൻ ദിവസം അയച്ചത്. അതെ 5,21,000 ഉണ്ടോ? 365 കൂട്ടുമ്പോൾ എത്ര ഉണ്ടാവും? 5,21,000 സംതിങ് ഉണ്ടാവും. 60 കൂട്ടി എത്ര? 5,12,000 കുറച്ച് ചില്ലറയും കൂടി ഉണ്ടാവും, 200 ചില്ലാൻ ഉണ്ടാവും അല്ലേ? അതെ, അതായത് 354 വെച്ച് കൂട്ടണം. ബിസ്മില്ലാ. ഷുഗറിൻ്റെ ഒരു ഗുളിക കുടിച്ചാണ്ടേ അത് മാറുന്നേ, നിങ്ങളെ കണക്കൂട്ടിച്ച് കണ്ട കുടിച്ചാൽ പരിപാടിയാണ്. അപ്പൊ അതായത് നമ്മൾ ചാന്ദ്രിക വർഷപ്രകാരം 354 ദിവസം ഉണ്ടാകും, 11 ദിവസത്തെ വ്യത്യാസം ഉണ്ടാവും. സോളാർ കലണ്ടറിൽ 365, ലൂണാർ കലണ്ടറിൽ 354. അപ്പൊ 100 കൊല്ലം കഴിയുമ്പോൾ 3 കൊല്ലത്തിന്റെ വ്യത്യാസം ഉണ്ടാവും. 2 കണക്ക് നമുക്ക് കൂട്ടാലോ, അല്ലെങ്കിൽ സൂറത്ത് പഠിപ്പിക്കേണ്ട കാര്യമാണല്ലോ. അപ്പോൾ 354 വെച്ച് കൂട്ടുമ്പോൾ 5,12,000 ചെല്ലാനുണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, അത്ര ദിവസങ്ങൾക്ക് മുമ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയത്. ഹിജ്റ ഇതിനെ മാനദണ്ഡമാക്കിയിട്ടുള്ള കലണ്ടറാണ്. ഈ കലണ്ടർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് സമയത്തെ കണക്കാക്കാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു മാർഗമുള്ളത്. നമ്മളെ കലണ്ടർ നമ്മളേലും നോക്കണമല്ലോ. ആ നിലക്ക് നോക്കുമ്പോൾ നമ്മളൊരു പുതിയ വർഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ബാക്ക് ഇങ്ങനെ നമ്മൾ ആലോചിക്കുകയാണെങ്കിലേ അല്ലേ, ഇനി വരാൻ പോകുന്ന ആലോചിച്ച് നോക്കൂ, സങ്കീർണമായിരിക്കും. ഇനിയിപ്പോൾ അടുത്ത മുഹറം പിറക്കുമ്പോൾ നമ്മൾ ആരൊക്കെ ഉണ്ടാവുമെന്ന് ഒരിക്കലും പറയാൻ പറ്റൂല, ഒന്നും പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ മുഹറമിലുള്ള എത്രയോ പേര് പല കാരണങ്ങളാൽ പോയി. അപ്പോൾ നമ്മളിപ്പോൾ അൽഹംദുലില്ലാഹ് ഉണ്ട്, മുഹറമിലുള്ളത്. അങ്ങനെ സമയം നമുക്ക് കിട്ടുകയാണെങ്കിൽ 9ഉം 10ഉം നമ്മൾ മുതലാക്കുക. മാത്രമല്ല ഈ ദിവസങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ വൽ ഫജ്ർ സൂറത്തിൽ പറയുന്ന ആ വലയാലിൻ ആശ്റിലൂടെയാണ് കടന്നു പോകുന്നത്. വൽ ഫജ്ർ, പ്രഭാതം തന്നെ സത്യം, വലയാലിൻ ആശ്ർ, 10 രാത്രികൾ തന്നെയാണ് സത്യം. ഈ 10 രാത്രികൾ എന്ന് പറഞ്ഞാൽ റമദാനിലെ അവസാനത്തെ 10 രാത്രികളും ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 രാത്രികളും മുഹറമിലെ ആദ്യത്തെ 10 രാത്രികളുമാണ്. ഇപ്പൊ നമ്മൾ മുഹറം ഈ 3 മാസങ്ങൾക്കാണ് ആ സ്ഥാനം കിട്ടിയത്. അപ്പൊ ഈ ആദ്യത്തെ 10 ഇപ്പൊ ഇന്നിപ്പോ രാത്രി ദുആക്ക് ഉത്തരം കിട്ടുന്നതാണ്. അതിപ്പോ ഈ പറഞ്ഞ മാർക്ക് വാട്സപ്പിൽ പലതും വരും കേട്ടോ, പലതും വരും. അത് ചെല്ലണം, ഇത് ചെല്ലണം, അത് ചെല്ലണം, ഇത് ചെല്ലണം. നമ്മൾ ചിലരോട് നിങ്ങൾക്ക് എവിടുന്ന അതിന്റെ എവിഡൻസ് എവിടെ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അടിസ്ഥാനമൊന്നും ഉണ്ടാവില്ല. അത് ഞാനിങ്ങനെ കേട്ടതാണ്. നീ പറയണ്ടോലൊന്നും ചെല്ലണമില്ല, അതാ രസം. ചെല്ലിക്കാന്ന് ചെല്ലണില്ല. നിങ്ങൾ ഇന്നലെ ചെല്ലാൻ പറഞ്ഞാൽ നിങ്ങൾ ഇന്നലെ ചെല്ലി വെച്ച നേരം കിട്ടിയില്ല. പിന്നെ ഒരാകെ നോക്കുന്ന എന്താ വെച്ചാൽ എത്ര ആൾക്കാർ ഇത് കണ്ടു എന്നാണ്. അതാണ് അതിനായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ പിറകെ നമ്മൾ എന്ത് ചെയ്യണ്ട, പോണ്ട. നമുക്ക് കിട്ടുന്ന കുറേ ആത്മാർത്ഥമായിട്ട് വല്ലാതെ അയിമ്പലൊന്നും ചടഞ്ഞുകൂടണ്ട. ചില ആൾക്കാർ ഇപ്പം ഈ അയച്ചൻക്ക് വിളിച്ചു ചോദിച്ചു, മുഹറം 1 രാവിലെ 313 വിസ്മിയല്ല അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും എന്ന് പറഞ്ഞു കേട്ടുകൊണ്ടെന്ന് വെച്ചുകൊണ്ട് ഓരോരുത്തർ പറയാണ്. എവിടെങ്കിലൊക്കെ ഉണ്ടാവും ചികഞ്ഞ് അന്വേഷിക്കാണ്ട്. ചിലതിനൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല. അടിസ്ഥാനമില്ലാണ് പറയാം. ആൾക്കാരെന്ത് ചെയ്യും, അങ്ങനത്തെ വല്ലാതെ പെട്ടുപോകും. പ്രത്യേകിച്ച് കാശിട്ടേണ്ട കാര്യമാണ്. ഇപ്പൊ ചിലരൊക്കെ പറയും ഈ ദിക്ർ ചൊല്ലിയാൽ ലക്ഷങ്ങൾ കയ്യിൽ വരും, ഒരു പണിക്ക് പോകാതിരിക്കുക. അങ്ങനെ പറയാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യണം, ഇതിൽ തന്നെ വീണ് പോവുകയാണ്. എങ്ങനെയും ലക്ഷങ്ങൾ വരട്ടിയതിയാണ്ട്. അപ്പോൾ ഞാൻ പറയേണ്ടത് ഈ പുണ്യ ദിവസങ്ങൾ വരുമ്പോൾ അങ്ങനെയുള്ള ചൂഷണങ്ങളെല്ലാം നടക്കും. നമ്മളുള്ളതേ ഇതിപ്പോൾ ഏതുപോലെ അറിയങ്ങൾ ഉംറക്കോ മുമ്പ് എല്ലാ ക്ലാസ്സിനും പോകും ചില ആൾക്കാർ. ഉംറക്കോ അല്ലേ, അവിടുന്നൊക്കെ ഓരോ പുസ്തകം വാങ്ങും. അങ്ങനെ ആരോ ഇതൊക്കെ കയറ് കെട്ടിക്കൊണ്ട് കൊണ്ടുപോയാണ് തവാഫ് ചെയ്യുമ്പോൾ ചെല്ലാനാണ്. അത് പിന്നെ എവിടെ അതിൻ്റെ അടിസ്ഥായി ഏതാണ് ഇപ്പോൾ പറഞ്ഞ് അറിയില്ല. അള്ളാഹുഅലം. ഓരോരുത്തരാണ് പറയണം. ബിസ്മി 19 അക്ഷരങ്ങൾ, ആ കാര്യങ്ങളൊക്കെ അടിസ്ഥാനമുള്ളതും ഒറ്റായിട്ട് എഴുതൽ കാര്യങ്ങൾ അത് അടിസ്ഥാനമുള്ളതാണ്. പിന്നെ 786 പ്രാവശ്യമുള്ളത് അത് അതിൻ്റെ സംഖ്യാശാസ്ത്രം, അത് നബിൻ്റെ കാലത്ത് തന്നെയുള്ള ഓരോ അക്ഷരത്തിന് ഓരോ സംഖ്യ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 786 വരുന്നത് ബിസ്മിൻ്റെ കണക്ക് വരുന്നത്. അതൊക്കെ ശരിക്ക് അടിസ്ഥാനമുള്ളതാണ്.
അതല്ലാതുണ്ട് ഈ അത്ര ചെല്ല ഇത്ര ചെല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ടിങ്ങനെ ഈ അതെന്താ പ്രശ്നം എന്താ വെച്ചാൽ ചില രോഗികളാകുകയാണ് ഈ പറയുന്നൊക്കെ പാടെടുത്തുകാണ്ട്. നമ്മൾ ഉറങ്ങണ്ടേ? വെറും ദിക്റും സ്വലാത്തും തന്നെ ഇരിക്കാൻ പാടില്ല. ഒരു പിരാന്തായി മാറും. പിന്നെ അവന് കുളിച്ചാൽ നേരമില്ല. പിന്നെ പറയും അവനെ ആരും അറിയണം പറയും. പെണ്ണിട്ടിക്കാണ്ടാണ് ഈ കാട്ടുണ്ട്. അല്ലെങ്കിൽ പുതിയാപ്പിള അവിടെ സുഖമില്ല കിടക്കുമ്പോഴാണ് പെണ്ണ് ഈ കാട്ടുണ്ട്. ആകെ ആരും അറിയും. അങ്ങനെ ആകരുത്. അപ്പം അതിനൊക്കെ ഒരു പരിധി ഉണ്ട്. ഇബാദത്തിനൊക്കെ നമുക്ക് എല്ലാ കാര്യത്തിനും ഒരു പരിധി ഉണ്ട്. ആ പരിധി വിടാൻ പാടില്ല. അപ്പം നമ്മൾ ചിലർക്ക് തീരെ ലേറ്റ് പോയി, തീരല്ല. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിഞ്ഞുള്ള ദിവസങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് നോക്കൂ. ഒന്ന് ഞാൻ കുറച്ച് കാര്യങ്ങളാണ് പറയാം. നമ്മൾ ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ പ്രാർത്ഥന വരുന്നത്. ഒന്ന്, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ തൗബയാണ്. അതായത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സുപ്രധാനമായ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ച മുഹറമിലുള്ള. അതുകൊണ്ട് അതിനൊരു അടിസ്ഥാനമുണ്ട്. അപ്പം നമ്മൾ നല്ലോണം അല്ലാഹുവിനോട് പാപമോചനത്തിന് റബ്ബനാ വലംനാ അൻഫുസനാ എന്നുള്ളത് സ്വീകരിച്ചത് മുഹറമിലാണ്. അതേപോലെ നമുക്ക് ഇന്ന് നമ്മളൊക്കെ ദ്വാരക്കേണ്ട ഒരു സംഗതിയാണ് എന്ത്? ധാരാളം ആളുകൾ ജയിലിൽ കിടക്കുന്നവരുണ്ട്, നിരപരാധികൾ. ഒറ്റ കാരണമാണ് മുസ്ലിമായി എന്നുള്ള പേരിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ട് കള്ളക്കേസിൽ എത്രയോ വർഷങ്ങൾ. നമുക്കൊരു പ്രതീക്ഷയാണ് മുഹറം. എന്താ കാരണം? സയ്യിദനാ യൂസുഫ് നബി അലൈഹിസ്സലാം 12 വർഷത്തിന് ശേഷം ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹറമിലാണ്. അപ്പോൾ ദുആക്ക് ഫലം കിട്ടും. നമ്മളങ്ങനെ ദുആർക്കാൻ വേണ്ടി തന്നെയാണ്, നിരപരാധികളുടെ മോചനത്തിന് വേണ്ടി. ഇനി നോക്കൂ, അതുപോലെ ഒരു ജയില് പോലെ അള്ളാഹു ഒരു മത്സ്യത്തിന്റെ വയറാക്കി യൂനുസ് നബിക്ക് 40 ദിവസം. ഹിജ്റ സമ്മതമില്ലാതെ പോയതാ പ്രശ്നമായത്. അള്ളാഹിന്റെ സമ്മതമില്ലാതെ ഹിജ്റ പോയി. അങ്ങനെ പോയപ്പോൾ ചെറിയൊരു പണിഷ്മെന്റ് കിട്ടി. അതാണ് തിമിംഗലത്തിന്റെ വയറ്റിൽപ്പെട്ട്. ആകെ പേടിച്ചു പോയ അദ്ദേഹം ഇങ്ങനെ കേൾക്കാണ് തസ്ബീഹ്. ജിബ്രീൽ എന്ന മലക്കിനോട് ചോദിച്ചു, ഈ കടലിന്റെ ആടിയിൽ എവിടുന്നാണ് ഈ തസ്ബീഹ് കേൾക്കുന്നത്? അത് മത്സ്യങ്ങളുടെ തസ്ബീഹാണെന്ന് ജിബ്രീൽ എന്ന മലക്ക്. അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ആശയം തോന്നിയത്, തസ്ബീഹ് വെച്ച് അള്ളാഹിനോട് ദ്വാരക്കാണ്. അതാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പടച്ചോനെ, നീയല്ലാതെ വേറെ ഇലാഹില്ല, നീ എത്ര പരിശുദ്ധൻ. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അതിക്രമകാരികളിൽ പെട്ടുപോയിനാഥാ. എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വീഴ്ച വന്നല്ലോ. വലിയ തെറ്റൊന്നുമല്ല. ശമ്പിയാക്കളെ വെച്ച് നോക്കുമ്പോൾ ഒരു വലിയൊരു ഇതായി തോന്നുകയാണ്. അവസാനം 40 ദിവസം അദ്ദേഹം ചൊല്ലി. മുഹറം 10-നാണ് ആ തിമിംഗലം പുറത്തേക്ക് അദ്ദേഹത്തിന് തല്ലി രക്ഷപ്പെടുത്തിയത്. അവിടെ വലിയൊരു പോയിന്റ് എന്താ അറിയോ? ഒരു ജയിലായിരുന്നു. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത്, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ തസ്ബീഹ് ചൊല്ലിയിട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഖബർ തിമിംഗലത്തിന്റെ വയറാകുമായിരുന്നു എന്നാണ്. അപ്പോൾ ഒരു സഹാബി എഴുന്നേറ്റെന്ന് ചോദിച്ചു, നബിയെ, ഈ ലാ ഇലാഹ ഇല്ലാ അൻത എന്നുള്ളത് നമ്മൾ ചൊല്ലിയാൽ നമ്മൾ രക്ഷപ്പെടുമോ? അത് യൂനുസ് നബിക്ക് മാത്രമുള്ളതാണോ? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അല്ല, അത് ലോകാവസാനം വരെ എല്ലാ മോമിനിയങ്ങൾക്കും ഒരു കവചാണത്, രക്ഷപ്പെടാനുള്ളൊരു വഴിയാണ്. എന്നിട്ട് നബി തങ്ങൾ ഒരു ആയത്ത് ഓതി. ഈ സംഭവം അങ്ങനെ അല്ലാഹു തആല വിശദീകരിച്ചിട്ട് ഇത് ചൊല്ലിയതുകൊണ്ടാണ് യൂനുസ് നബി രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് അവസാനം പടച്ചോൻ പറയുന്നുണ്ട്, വകദാലിക നുൻജിൽ മുഅ്മിനീൻ, അപ്രകാരം മുഅ്മിനീങ്ങളെ നാം രക്ഷപ്പെടുത്തും. അപ്രകാരം എന്ന് പറഞ്ഞാൽ യൂനുസ് നബിയെ രക്ഷപ്പെടുത്തിയതുപോലെ. അപ്പൊ യൂനുസ് നബി ചൊല്ലിയ പോലെ ചെല്ലേണ്ടി വരും. எனவே നമ്മൾ അങ്ങനെ ആകണമെന്നില്ല. വേറെ ഏതെങ്കിലുമൊക്കെ ഇടങ്ങേറിലൊക്കെ പെട്ടാലും നമ്മൾ എന്ത് ചെയ്യണ്ടേ? ഇതന്നെ ചെല്ലണ്ട. ഇപ്പൊ നിരപരാധികളായിട്ടൊക്കെ ഞാൻ ജയിലിൽ പറഞ്ഞില്ലേ, നമ്മുടേതല്ലാത്ത കാരണങ്ങളാൽ ചിലപ്പോൾ നമ്മൾ കൊടുങ്ങും. ഗൾഫ് പോയതാണ്, ഈ അച്ചാറ് പിന്നെ അമ്മോന് കൊടുത്തോണ്ടിട്ടോന്ന് കൊടുത്തേക്കാണ്, അല്ലെങ്കിൽ സുഹൃത്തിന് കൊടുത്തോണ്ടിയാണ്. അച്ചാറിന്റെ കുപ്പിയല്ലേ എഴുതി വാങ്ങുകയാണ്. പക്ഷേ അത് പിടിച്ചു നോക്കുമ്പോൾ അതിൽ വെള്ളുള്ളിന്റെ ഇതിങ്ങനെ കാണാൻ പുറത്തേക്ക്. പക്ഷെ അതേ വലിപ്പമുള്ള ചെറിയ പാക്കിൽ എന്തുണ്ട്? മയക്കുമരുന്നുണ്ട്. അവന്റേതല്ല കാരണത്താൽ കുടുങ്ങിയതാണ്, നിരപരാധിയാണ്. എന്താ ചെയ്യേണ്ടത്? അവൻ വിളിച്ചിട്ട് ഞാൻ അങ്ങനെ കുടുങ്ങിയെന്ന് പറയുമ്പോൾ എനിക്ക് നസീബില്ല, സഹിച്ചളാ എന്നല്ല, അതല്ല കേട്ടല്ലേ. അല്ല, ഞാൻ പറയാം, ചാൻസ് കിട്ടി നമ്മളിത് ചെല്ലാൻ പറയണം. ഞാൻ പറയുന്നത് നമ്മൾ ചിലപ്പോൾ കുടുങ്ങുവേ. ഇനി അല്ലാതെ കാര്യത്തിലായി കുടുങ്ങിയാലും തെറ്റ് തിരുത്തിയാൽ ഇത് ചെല്ലിയാൽ മതി. അല്ലാതെ ജയിലിൽ നിന്ന് കഴിച്ചിട്ടാണ് അതിനത് ചെല്ലുക, ഇറങ്ങിയിട്ടാണ് അടുത്ത പരിപാടി തുടങ്ങാൻ. അവ നടക്കൂല. അല്ലെങ്കിലാ
അപ്പോൾ അത് നമ്മൾ ഈ ഒരു മാസത്തിൽ പഠിക്കേണ്ടതാണ്. അതേപോലെ നോക്കൂ നിങ്ങൾ, ഇപ്പോൾ നമ്മൾ കണ്ണിൻ്റെ കാഴ്ച വളരെ പ്രധാനമാണല്ലോ. യാക്കൂബ് നബിക്ക് കണ്ണിൻ്റെ കാഴ്ച കൊടുത്തത് മുഹറമിലാണല്ലോ. ഇദ്ഹബൂ ബിഖമീസി ഹാദാ ഫഅൽഖൂഹു അലാ വജ്ഹി അബീ യഅതി ബസീറാ എന്ന് പറഞ്ഞില്ലേ. ഇതിൻ്റെ ഈ കുപ്പായം കൊണ്ടുപോയിട്ട് ഇട്ടളി പാപ്പാൻ്റെ കണ്ണിൻ്റെ കാഴ്ച കിട്ടുന്നു. കിട്ടി. നമ്മൾ കഴിഞ്ഞ 4 കൊല്ലം മുമ്പ് ഒരു സഹോദരന് ഈ പിന്നെ ബ്രസീൽ തോറ്റു എന്ന് കേട്ടപ്പോൾ ശരീരം തളർന്നൊരു സഹോദരനുണ്ട്. നമുക്ക് ചെറിയാലും പക്ഷെ എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അതെ, അതാണ് നമ്മളെ കുട്ടികളെ ഇതൊരു ഭ്രാന്തിന് കൂട്ടുകരുത് അറിയാൻ കാരണം. 4 വർഷമായി ഇതാണ് തോറ്റു, ബ്രസീലാണ് തോറ്റു എന്ന് പറഞ്ഞപ്പോൾ ഇവനാണ്ട് പ്രഷറിനെ അടിച്ച് കയറിയാണ്ട് ഓനാണ് കുഴഞ്ഞു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പം 4 ദിവസം മുമ്പ് പിന്നെ ഒരു ചാനലുകാർ ഓൻ്റെ അടുത്ത് പോയിട്ട് ഓന് പിന്നെ ബ്രസീലിൻ്റെ ഒരു ജേഴ്സിയാണ് അണിഞ്ഞെടുത്തു. അതിലാണ് ചിരിച്ചു. അവിടെ ഈ കുപ്പായം ഇട്ടെടുത്താൽ ഈ കണ്ണിൻ്റെ കാഴ്ച ചിരിച്ചിട്ട് കണ്ണില്ലേ, മറ്റേ കുപ്പായം കൊടുത്തപ്പോൾ ചിരിച്ചു. അപ്പോൾ എൻ്റെ അച്ഛൻ പറയാണ് ഓന് നല്ല ബോധമുണ്ട്, അതുകൊണ്ടാണ് ആ ബ്രസീലിൻ്റെ ഇതിന് കണ്ടപ്പോൾ മഞ്ഞനെ കണ്ടപ്പോൾ ചിരിച്ചോയോ, വേറൊന്നിനും കഴിയൂലെങ്കിലും പാവം. ആലോചിച്ചു. ഞാൻ പറയണ്ടേ, നമ്മളെ കുട്ടികളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇമാതിരി പിരാന്തായാലേ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. വലിയ ബുദ്ധിമുട്ട് തന്നെ, വല്ലാത്തൊരു പിരാന്തിലെ. എന്തിനാണ് ഈ വാളെന്നുള്ളത്. ഞാൻ കാരാത്തോട്ടിൽ നിന്ന് ഇങ്ങനെയാണ് കയറി കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ചയിൽ ക്ലാസ് കഴിഞ്ഞാൽ പോവുകയാണ്. അങ്ങനെ കോണംപാറക്കണ ഇറങ്ങേണ്ടതിനും ഇങ്ങനെയാണ് പോകുമ്പോൾ രാത്രി ക്ലാസ് കഴിഞ്ഞാൽ പോവുകയാണ്, ഈ ഭാഗത്തുനിന്ന് പോവുകയാണ്. അപ്പോൾ അവിടെ ബോർഡ് ഇട്ടുണ്ട്. അപ്പോൾ റോഡ് ബ്ലോക്ക് ആയിക്കണം. ഞാൻ നിർത്തി. അപ്പോൾ ഓരോരുത്തരിങ്ങനെ പിന്നെ തുണിയൊക്കെ എല്ലാം കയറ്റിങ്ങനെ മടക്കുത്തിയിട്ട് ഇങ്ങനെ എന്തോ ഒരു ഭയങ്കര ഗുണ്ടായുസം കാട്ടും പോലെ ഇങ്ങനെ കുട്ടികൾ നിൽക്കുന്നുണ്ട് റോട്ടിൽ നിന്നിട്ട്. നമുക്കതിൽ പോകണം വേണമല്ലോ. അപ്പോൾ ഞാൻ ഗ്ലാസ് എല്ലാം താത്തി. അതിൽ ഒരുത്ത ആദ്യം ഒരു നോട്ടം നോക്കി, പിന്നെ ഒന്നുകൂടി നോക്കി, തുണിയും മടക്കു തേച്ചാണ്ട് വേണം മാറി തന്നു. അപ്പോൾ നമ്മളറിയാം വേറെ ഒരുത്തണ്ടോ അങ്ങനെ പേരുന്നോട്ടം നോക്കിയിട്ട് നമുക്കിത് പറ്റൂല എന്നുള്ള ആൾക്ക് നോക്കുകയാണ്. ഒരു മയങ്ങനെ ചാർന്നിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികളോട് ആ സമയത്ത് ഇറങ്ങാൻ പറഞ്ഞാൽ എന്താ പറയുക, വൈറൽ പനിയാണ് അറിയണം, ഒറ്റൊന്നും ഇറങ്ങൂല. ഇതിനൊരു വൈറൽ പനിയും പ്രശ്നമില്ല, ജീവൻ കളിയാണ്. അതുകൊണ്ട് നമ്മളെ കുട്ടികൾ ഇജാതി പിരാന്തിന് പോകും. അപ്പോൾ പറഞ്ഞത് നമ്മളെ പിന്നെ യാക്കൂബിന് ഇവിടെ കാഴ്ചത് അതൊരു മുഹറമിലാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഒക്കെ അനുഗ്രഹമായിട്ടാണ് നമുക്ക് വരണ്ടേ അല്ലേ, ഒക്കെ അനുഗ്രഹം. അതിൽ വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് മൂസാ നബിയോട് ബന്ധപ്പെട്ടത്. ഫിർഔനിനെ അള്ളാഹു നശിപ്പിച്ച് മൂസാ നബി അള്ളാഹു രക്ഷപ്പെടുത്തി. അങ്ങനെയാണ് ഈ നോമ്പ് വരാൻ കാരണം. യഹൂദികൾ നോമ്പ് പറ്റും അള്ളാഹ്ക്ക് നന്ദിയായിട്ട്. അപ്പോൾ അതിൽ നമുക്ക് വലിയൊരു പാടുണ്ടല്ലോ. നബി തങ്ങൾ എന്താ പറഞ്ഞത്, നമ്മളാ നോമ്പ് വലിക്കണ്ടത്, നന്ദി നമ്മളാ ചെയ്യണ്ടേ. അതുകൊണ്ട് ഒരു പടി മുന്നോട്ട് പോകണം. അതിനാണ് താസുവാ 9 കൂടി നോൽക്കണം എന്നാണ്. 10 മാത്രം പോരാ, 9 കൂടി. പക്ഷേ നബി തങ്ങൾക്ക് അതിന് ചാൻസ് കിട്ടിയില്ല. വഫാത്ത് നടന്നു, നമ്മളോട് കൽപ്പിച്ചു ചെയ്തു. അപ്പോൾ 9 10 സുന്നത്ത്. അതിൽ നമുക്ക് വലിയൊരു പാടപ്പം നമ്മൾ തന്നെ ഇങ്ങനെ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അമേരിക്ക നോക്കി നിങ്ങൾ 10 മടക്കിയല്ലോ ഇറാനോട്. ഇറാൻ നമ്മൾ അംഗീകരിക്കണമെന്നൊന്നുമില്ല, ആശയപരമായിട്ട് നമുക്ക് വലിയ വിയോജിപ്പുണ്ട്. പക്ഷെ അമേരിക്ക കുടുങ്ങിയല്ലോ, അവർ കുടുങ്ങിയല്ലോ. എന്തേ ഞങ്ങൾ 12 മണിക്കൂർ കൊണ്ട് ചാമ്പലാക്കും എന്ന് പറയും ഇയാള്. ഇത് എഴുന്നേൽക്കാൻ കഴിയാത്ത ആൾ ഇങ്ങനെ പറയും പോലെയാണ്. വാദം പിടിച്ച് കിടക്കുന്ന ആൾ ഇപ്പം നീച്ചെന്ന് പറഞ്ഞമാർക്കാണ് ഇയാൾ പറഞ്ഞിട്ട് ഒന്നും നടക്കുന്നില്ല. അവസാനം കുടുങ്ങി. ഇപ്പം അവസാനം പിന്നെ ബ്ലോക്കാക്കിയതൊക്കെ തീർത്തു കൊടുക്കാനും നഷ്ടപരിഹാരം കൊടുക്കാനും തീരുമാനം. 30,000 അല്ല 30,000 കോടി ഡോളർ, 30,000 കോടി ഡോളർ കൂലിവാല് പിടിക്കുന്ന ഇതല്ലേ കൊടുക്കാൻ തീരുമാനിച്ചു. സൗദി ഒന്നും മുണ്ടണില്ലല്ലോ, കാരണം ഈ ശൈത്താന്മാരെ കുടിയിരുത്തി അമേരിക്കൻ്റെ പട്ടാളത്തെ. അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ അത്യാവശ്യം നല്ലോണം കിട്ടിയിട്ടുണ്ട്, ഉണ്ടാതിരിക്കുകയാണ്. ഇനി ഓൽക്കൊരു പേടിയുണ്ടോ, ഈ ശത്രുക്കൾ ഇങ്ങനെ പിന്നെ കുടിയിരുത്തിക്കാണ്ട് വേറുള്ളവരെ ചൊറിയാൻ പോയാൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടോയെന്ന് ഓൽക്കും മനസ്സിലായി. അതുകൊണ്ട് ഓലും നഷ്ടപരിഹാരം കൊടുക്കാൻ രഹസ്യമായിട്ട് സൗദിയും ഖത്തറും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അവസാനം ഇപ്പം നോക്കി എന്തൊക്കെയാണ് പറഞ്ഞതിൻ്റെ. ഇപ്പം എന്തായി, നമുക്ക് തീരലാണ് ആവശ്യം. എന്നാലും ഇവർക്ക് ഭയങ്കര അടി കിട്ടിയല്ലോ. ലബനാനും കൂടി ഇതിൽ കൂട്ടത്തിൽ കൂട്ടി ഇറാന്. ലബനാനിന് ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ മറ്റേ സാധു പറയാണ്, ആര് നമ്മളെ പിന്നെ ഇസ്രായേലിൻ്റെ നെതന്യാഹു, ലബനാൻ്റെ പറയരുത്. അപ്പോൾ അമേരിക്ക പറയാം, മുണ്ടരുത് നിങ്ങളെ കൊണ്ടാണ് ഈ അടങ്ങേറ് മുഴുവൻ ഉണ്ടായത് പറഞ്ഞില്ല.
സത്യം, തമാശല്ലത്. ഏതായാലും മുഹറമിൽ നല്ല ശുഭവാർത്തയാണ് നമുക്ക് കിട്ടുന്നത്. മുഹറമിൽ തന്നെയാണ് അള്ളാഹു താല ഇബ്രാഹിം നബി അഗ്നികുണ്ഡത്തുനിന്ന് രക്ഷപ്പെടുത്തിയത്. മൂസാ നബി ആ മഹാദുരന്തത്തിൽ ഹിജ്റ ചെയ്താണല്ലോ മൂസാ നബി. 6,70,000 ആളുകളെയും കൊണ്ട് ഹിജ്റ പോകുമ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പൊ പടച്ചവന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. പ്രത്യേകിച്ച് ഹജ്ജ് സൂറത്തിൽ പറയുന്നുണ്ട്, ഒരു വട്ടം ആക്രമിക്കപ്പെട്ടു, അതിന് തിരിച്ചടി കൊടുത്തു, വീണ്ടും ആക്രമിക്കപ്പെട്ടാൽ അള്ളാന്റെ സഹായം പെട്ടെന്ന് കിട്ടുമെന്ന് പറയുന്നുണ്ട്. പല രൂപത്തിലാണ്. ചിലപ്പോൾ കുറെ കാത്തിരിക്കേണ്ടി വരും, ചിലപ്പോൾ പല രീതിയിലായിരിക്കും. എന്തായിരുന്നാലും റബ്ബിന്റെ സഹായം ഉണ്ടാവും. നിരാശപ്പെടാതെ അള്ളാഹുവോട് ദുആ ചെയ്യണം എന്നാണ്. അപ്പോൾ നമുക്ക് ഈ മുഹറം 10 വരുമ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൽ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഏത്? അയ്യൂബ് നബിയുടെ കഥ. എന്നൊക്കെ നമ്മൾ രോഗമുള്ള വലിയ പ്രശ്നം. 14 മക്കളുണ്ടായിരുന്നു അയ്യൂബ് നബിക്ക്. 7 ആൺകുട്ടികൾ 7 പെൺകുട്ടികൾ. 80 കൊല്ലം അവരുടെ ജീവിതത്തെ പറ്റി ചരിത്രത്തിൽ കാണാം. അതേതാണ് ആ ജീവിതം? നല്ല റഹാ, മുദ്ദത്തു റഹാ, നല്ല സുഭിക്ഷമായ ജീവിതം. പിന്നീട് പരീക്ഷണം. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഭൂമിയുള്ള ആളെ നോക്ക്. നാക്കാലികളും കൃഷിയും ജഗവക 10-14 കുട്ടികളും നല്ല സുഖജീവിതം ഒക്കെ പോയി. കുട്ടികളൊക്കെ മരിച്ചു, മുതൽ നഷ്ടപ്പെട്ടു, രോഗിയായി. 18 കൊല്ലം അടങ്ങാറായി. അവസാനം മുഹറം 10 അള്ളാഹു താല അയ്യൂബ് നബിയോട് പറയാണ്, ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങളെ കാലൊന്ന് നിലത്തിട്ട് അടിക്കൂന്ന്. കാലം അടിച്ചപ്പോൾ നിന്ന് വെള്ളം ഉയർന്നു. ആ വെള്ളം കൊണ്ട് കുടിക്കാനും പറഞ്ഞു. രോഗം മാറി. അദ്ദേഹത്തിന്റെ ആ ക്ഷമക്ക്, തന്റെ ഭാര്യ റഹ്മത്ത് ബീവിയുടെ ആ ക്ഷമക്ക് അള്ളാഹു താല വലിയൊരു ഗിഫ്റ്റ് കൊടുത്തു. മക്കളെ ഇരട്ടി കൊടുത്തു. 28 പ്രസവം പിന്നുണ്ടായിരുന്ന റഹ്മത്ത് ബീവിക്ക് 28 പ്രസവം. 14 അഭിപ്രായമുണ്ട്. അതായത് 7 മക്കളാണെന്നൊരു അഭിപ്രായമുണ്ട്. അല്ല, 7 മക്കൾ എന്ന് പറഞ്ഞത് ആൺകുട്ടികളെ പറ്റി മാത്രം. അത്ര തന്നെ പെൺകുട്ടികളുണ്ടായിരുന്നു. ഇനി 2ന്റെ ഇരട്ടി എന്നാൽ 28ആണ്. അങ്ങനെയാണ് തഫ്സീറുകൾ പറയുന്നത്. 28 കുട്ടികൾ. നഷ്ടപ്പെട്ട മുതലൊക്കെ തിരിച്ചു കിട്ടി. 98ാമത്തെ വയസ്സിലാണ് അത്ര മുഹറം 10 അദ്ദേഹത്തിന്റെ രോഗം മാറ്റി കൊടുത്തത്. മാറ്റിയപ്പോൾ അദ്ദേഹത്തെ 40 വയസ്സിൽ അദ്ദേഹത്തിന്റെ ശരീരം എങ്ങനെയും അയക്കണം മറിച്ചു. അവിടെ എൻ്റെ പെണ്ണുങ്ങളൊക്കെ ഒന്ന് കേൾക്കിട്ടന്മാരെ, റഹ്മത്ത് ബി ഒരു സംഭവമാണ്. അങ്ങനത്തെ ഒരു പെണ്ണ്. കാരണം ഇത്ര ഒരു പരീക്ഷണം നമ്മളിപ്പോൾ ചിലത് നമുക്ക് പറയാൻ പാടില്ല എന്നാണ്. പറയാൻ പാടില്ല. ഇപ്പം നമ്മൾ ചില യുദ്ധങ്ങളെ പറ്റി പറയലില്ല. ആഭ്യന്തര യുദ്ധങ്ങൾ സഹാബത്തിന്റെ ഇടയിൽ വന്നിട്ടുണ്ട്. കർബല നമ്മളത് പറയലില്ല. അത് കൂടുതൽ പറയണ്ടെന്നാണ്. അയ്യൂബ് നബിയുടെ രോഗത്തെ പറ്റി ഉപദേശം നൽകുന്നവർ വിശദീകരിക്കാൻ പാടില്ല എന്നാണ്. എനിക്കറിയാം, ഞാൻ തഫ്സീറിൽ വായിച്ച്, പക്ഷേ നെഞ്ചു പൊട്ടിപ്പോവും. ഞാൻ ഇതുവരെ എൻ്റെ ഒരു ക്ലാസ്സിൽ ഞാനത് പറഞ്ഞില്ല. പറയണ്ട. എന്താ പറയാൻ കാരണം എന്നറിയങ്ങൾ എല്ലാവർക്കും താങ്ങാൻ കഴിയൂല. ഒരു നബിക്കൊക്കെ അങ്ങനെ കൊടുക്കുക എന്നതന്നെ ചിലർ ചോദിക്കും. മാറാവ്യാധിയൊക്കെ അമ്പിയാക്കൊക്കെ ഉണ്ടാവുമോ? മാറാവ്യാധി ഉണ്ടാവില്ല. മാറാവ്യാധി എന്നാൽ മാറാത്ത വ്യാധിയാണ്. അയ്യൂബ് നബിക്ക് ഉണ്ടായത് മാറും വ്യാധിയാണ്. മാറിയല്ലോ, മുഹറമത്തിന് മാറിയല്ലോ. പിന്നെ നല്ല ജീവിതമാണ്. പക്ഷെ ആ രോഗമൊന്നും നമ്മൾക്ക് 18 കൊല്ലം സഹിച്ച് ഒരു ദിവസം സഹിക്കാൻ കഴിയില്ല, ഒരു മണിക്കൂർ സഹിക്കാൻ കഴിയില്ല. അത്രക്കും ഇടങ്ങാറായിട്ടും റഹ്മത്ത് ബീവി കൂടെ നിന്നതാണ്. അത് നമ്മളെ പെണ്ണുങ്ങളൊക്കെ ഒന്ന് കേക്ക്. ഭർത്താക്കന്മാർക്ക് രോഗം കൊണ്ട് വിഷമിക്കുമ്പോഴും സാമ്പത്തിക ഇത് കുറയുമ്പോഴൊക്കെ ഒപ്പം നിൽക്കണേ. അവരാണ് നല്ല ഭാര്യമാർ. നമ്മളും തിരിച്ചു അങ്ങനെ തന്നെയാണ്. അമ്മോശാക്കാൻ്റെ അടുത്ത് നല്ല പൈസ ഉണ്ടായപ്പോൾ ഭയങ്കര ഒലിപ്പിച്ചലായിരുന്നു. ഇപ്പം അമ്മോശാക്കാൻ്റെ അടുത്ത് പൈസ ഇല്ലാന്ന് കണ്ടപ്പോൾ ഓളം ഇങ്ങനെ കുത്തുവാക്ക് പറയാം. അത് ചെയ്യരുത്. പ്രത്യേകിച്ച് കുടുങ്ങുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാവരും പരസ്പരം കൂടുതൽ കെയർ ചെയ്യേണ്ടത്. അവിടെയാണ് നമ്മൾ മനുഷ്യന്റെ സ്വഭാവം എന്ത് ചെയ്യണ്ടേ മനസ്സിലാക്കേണ്ടത്. അതുണ്ടാവില്ലല്ലോ. സുഹൃത്തുക്കൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്തോ ഒരു തേനൊലിപ്പിക്കലേ കാരണം. ജപ്ലേ വന്നു കൈഫായാലും എന്നൊക്കെ ചോദിക്കും. അപ്പുറത്തേക്കില്ലേക്ക് എന്നാ ഓൻ പൊളിഞ്ഞു പോന്നാണെന്ന് പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് പോകില്ല. ഓനപ്പം നടന്നിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ വേങ്ങരക്കണ ഇറങ്ങി കഴിഞ്ഞാൽ നല്ല ഫുഡല്ലേനോ, ഇവ കിട്ടൂല. അങ്ങനെയല്ല, അപ്പോഴല്ലേ നമ്മൾ വിളിച്ചന്വേഷിക്കണ്ടേ. ഏതായിരുന്നാലും റഹ്മത്ത് ബി ഒരു സംഭവം അള്ളാഹു താല അവർക്ക് നല്ലോണം കൊടുത്തു. അതും ഒരു മുഹറമിലാണ്. അപ്പൊ ഇതൊക്കെ പാഠം ഉൾക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അപ്പൊ നോമ്പ് നോൽക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. റമദാനിൽ ഖളാ ഉള്ളവരാരെങ്കിലൊക്കെ ഉണ്ടെങ്കിലേ ആ ഖളാ നിയ്യത്ത് വെച്ചാൽ മതി.
സുന്നത്തും കൂടെ കരുതിയാൽ മതി. എന്നാൽ നിർബന്ധമായ ഖളാ വീടും ചെയ്യും, പിന്നെ അതോടുകൂടെ സുന്നത്തിന്റെ കൂലി നമുക്ക് ലഭിക്കും ചെയ്യും. ഞാൻ അർത്ഥമാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ അറദ്തും ഇസ്തിബ്ദാല സൗജിൻ മകാന സൗജ്. നിങ്ങളുടെ ഭാര്യമാർക്ക് പകരം മറ്റൊരു ഭാര്യയെ പകരമാക്കാൻ ഉദ്ദേശിച്ചാൽ വആതൈതും ഇഹ്ദാഹുന്ന ഖിൻത്വാറാ, അവരിൽ ഒരാൾക്ക് നിങ്ങൾ ധാരാളം ധനം നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫലാ തൗഖുദൂ മിൻഹു ശൈആ, അതിൽ നിന്ന് ഒന്നും നിങ്ങൾ തിരികെ വാങ്ങരുത്. അതൗഖുദൂനഹു ബുഹ്താനം വഇസ്മം മുബീനാ, വ്യാജമായും അതുപോലെ തന്നെ സ്പഷ്ടമായ തെറ്റായ രൂപത്തിലും അതിനെ നിങ്ങൾ തിരിച്ചു വാങ്ങുകയോ അത് വേണ്ട. വകൈഫ തഅഖുദൂന, എങ്ങനെയാണ് നിങ്ങളത് തിരിച്ചു വാങ്ങുക? വഖദ് അസ്ലാ ബഅലുകും ഇലാ ബഅൽ, നിങ്ങൾ പരസ്പരം ഇണചേർന്നവരാണ്. വഅഖദ്ന മിൻകും മീസാഖൻ ഗലീളാ, മാത്രമല്ല അവർ ഈടുറ്റ കരാറ് വാങ്ങുകയും ചെയ്തതാണ്. അതുകൊണ്ട് അത് തിരികെ വാങ്ങരുത്. വലാ തൻകിഹു മാ നകഹ ആബാഉകും മിനൻ നിസാ, നിങ്ങളുടെ പിതാക്കൾ വിവാഹം ചെയ്ത നിങ്ങളുടെ പിതാക്കളുടെ ഭാര്യമാരെ ഒരിക്കലും നിങ്ങൾ വിവാഹം കഴിക്കരുത്. ഇല്ലാ മാ ഖദ് സലഫ്, ജാഹിലിയത്തിൽ മുമ്പ് കഴിഞ്ഞു പോയതൊഴികെ. അത് ഇനിയാണ് പോട്ടെ, ഇനി ഉണ്ടാവരുത്. ഇന്നഹു കാന ഫാഹിശതൻ വമഖ്തൻ വസാഅ സബീല, തീർച്ചയായിട്ടും അത് നീചവൃത്തിയാണ്. മാത്രമല്ല അത് റബ്ബിന്റെ കോപത്തിന് കാരണമാണ്. മാത്രമല്ല അത് തെറ്റായ വഴിയുമാണ്. ഹുർരിമത് അലൈക്കും ഉമ്മഹാതുക്കും, നിങ്ങളുടെ മാതാക്കൾ നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. വബനാതുക്കും, നിങ്ങളുടെ പെൺകുട്ടികളും. വഅഖവാതുക്കും, നിങ്ങളുടെ സഹോദരിമാരും. വഅമ്മാതുക്കും, പിതൃ സഹോദരിമാരും. വഖാലാതുക്കും, മാതൃ സഹോദരിമാരും. വബനാതുൽ അഖി, സഹോദരപുത്രിമാർ. വബനാതുൽ ഉഖ്തി, സഹോദരീ പുത്രിമാർ. വഉമ്മഹാതുക്കും ഉല്ലാത്തി അർളനകും, നിങ്ങളെ മുല കുടിപ്പിച്ച നിങ്ങൾക്ക് മുല തന്ന ഉമ്മമാരും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. വഅഖവാതുക്കും മിനർ റളാഅ, മുലകുടി ബന്ധത്തിലൂടെയുള്ള നിങ്ങളുടെ സഹോദരിമാരും. വഉമ്മഹാതു നിസാഇകും, നിങ്ങളുടെ ഭാര്യമാരുടെ ഉമ്മമാരും. വറബാഇബുകുമുല്ലാതി ഫീ ഹുജൂരികും മിൻ നിസാഇകും, നിങ്ങളുടെ ഭാര്യമാരിൽ നിന്നുള്ള നിങ്ങളുടെ കസ്റ്റഡിയിലുള്ള നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള പെൺകുട്ടികളും. അല്ലാതി ദഖൽതും ബിഹിന്ന, നിങ്ങളുടെ ഭാര്യമാരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഫഇല്ലം തകൂനൂ ദഖൽതും ബിഹിന്ന ഫലാ ജുനാഹ അലൈക്കും, ആ ഭാര്യമാരുമായി നിങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ അവരുടെ ആ പെൺകുട്ടികൾ നിങ്ങൾക്ക് കുഴപ്പമില്ല. വഹലായിലു അബ്നായിക്കും, നിങ്ങളുടെ ആൺകുട്ടികളുടെ ഭാര്യമാരും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. അല്ലദീന മിൻ അസ്ലാബിക്കും, നിങ്ങളുടെ സ്വന്തം ആൺകുട്ടികൾ. വഅൻ തജ്മഉ ബൈനൽ ഉഖ്തൈൻ, രണ്ട് സഹോദരിമാർക്കിടയിൽ ഒരേ സമയം ഒരുമിച്ച് കൂട്ടലും നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഇല്ലാ മാ ഖദ് സലഫ്, ജാഹിലിയത്തിൽ മുമ്പ് കഴിഞ്ഞു പോയതൊഴികെ. ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമാ, അല്ലാഹു തആല ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِنْ أَرَدْتُمُ اسْتِبْدَالَ زَوْجٍ مَكَانَ زَوْجٍ وَآتَيْتُمْ إِحْدَاهُنَّ قِنْطَارًا فَلَا تَأْخُذُوا مِنْهُ شَيْئًا أَتَأْخُذُونَهُ بُهْتَانًا وَإِثْمًا مُبِينًا وَكَيْفَ تَأْخُذُونَهُ وَقَدْ أَفْضَىٰ بَعْضُكُمْ إِلَىٰ بَعْضٍ
وأخذن منكم ميثاقا غليظا ولا تنكحوا ما نكح آباؤكم من النساء إلا ما قد سلف إنه كان فاحشة ومقتا وساء سبيلا حرمت عليكم أمهاتكم وبناتكم وأخواتكم وعماتكم وخالاتكم وبنات الأخ وبنات الأخت وأمهاتكم اللاتي أرضعنكم وأخواتكم من الرضاعة وأمهات نسائكم وربائبكم اللاتي في حجوركم من نسائكم اللاتي دخلتم بهن فإن لم تكونوا دخلتم بهن فلا جناح عليكم وحلائل أبنائكم الذين من أصلابكم وأن تجمعوا بين الأختين إلا ما قد سلف إن الله كان غفورا رحيما.